ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. രോഷാകുലരായ ജനങ്ങൾ പ്രക്ഷോഭവുമായി തെരുവിലാണ്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനെയി രാജ്യം വിടാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. 31 പ്രവിശ്യകളിൽ 27ഇടത്തും പ്രക്ഷോഭം കത്തിപ്പടർന്നു കഴിഞ്ഞു. 35ലധികം പേർ കൊല്ലപ്പെട്ടു. ഇറാനിലെ പ്രതിഷേധങ്ങളിൽ അമേരിക്കയുടെ പങ്കെന്ത്? US ഉപരോധങ്ങളാണോ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കിയത്, ജീവിത സാഹചര്യങ്ങളെ വഷളാക്കിയത്? അമേരിക്കയുടെ പങ്ക് ഈ വിഷയത്തിൽ എത്രമാത്രം വലുതാണ്? ഇന്ത്യ കരുതിയിരിക്കണോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഓക്കെ, എന്നോടൊപ്പം ആദ്യം ചേരുന്നത് ശ്രീ കുഞ്ഞാമതാണ്. ശ്രീ കുഞ്ഞാമത്, നമസ്കാരം സാറേ. ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ല പൊതുവേദി എന്നൊരു പരാതി പലരും ഉന്നയിച്ചു. ശ്രീ കുഞ്ഞാമതിന് അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നല്ലേ? നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്നലെ പറഞ്ഞ് സൂചിപ്പിച്ചേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ആഗോള വിഷയങ്ങൾ ഒരുപക്ഷെ ഈ നമുക്കെന്ത് കാര്യം എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷെ നമ്മൾ ഇതും കൂടി ചിന്തിക്കേണ്ടിയിരിക്കും. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരല്ലേ അവിടെ ഉള്ളത്, അവരുടെ കാര്യങ്ങൾ അറിയണ്ടേ? നമ്മളെ വാർഡിലെയും നമ്മളെ സംസ്ഥാനത്തെയും നമ്മളെ നിയോജകമണ്ഡലത്തിലെയും നമ്മളെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിന്റെയും കാര്യം മാത്രം അറിഞ്ഞാൽ പോരാ. ലോകത്ത് വേദനിക്കുന്ന മനുഷ്യരുടെ എല്ലാം കഥ ഒന്നാണെന്നാണ് ശ്രീ കുഞ്ഞാമത്. ദുഃഖത്തിന് മുമ്പ് പങ്കുചേരണം. ലോകത്തിലെ ജനങ്ങളെല്ലാം നമ്മൾ ഒരുപോലെ കുറഞ്ഞ കാലമായി ഭൂമിയിലുള്ള മനുഷ്യന്മാർക്ക് അതിന്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് പ്രേക്ഷകൻ പറയാൻ എന്താ 5 പൊതിച്ചോറ് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന. ഞാൻ പറഞ്ഞ ആടത്തെ ജനങ്ങൾ തന്നെ ആർക്കും ജാതിയില്ല മുതല മനുഷ്യന്മാർ ജീവിക്കുന്നില്ല ഈ വെനസ്വേലയിലുള്ളത്. അക്കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടി. അവിടെ മുസ്ലിം ഹിന്ദു എന്നുള്ള കണക്കിലല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യരെ സംബന്ധിച്ചുള്ള സംസാരം ഞാൻ സംസാരിച്ചു. അതിന് ഒരു പ്രേക്ഷകൻ ബജറംഗിന്റെ ആളാന്ന് എനിക്ക് തോന്നുന്നത്. പറഞ്ഞ 5 പോച്ചോർ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത്. അവനെല്ലാം വേണ്ട ഒരു തീവ്രമായി തന്നെ വിളിക്കണം പൊതുവിധി സംസാരിക്കുന്നത്. അവൻ പാർലമെന്റ് അറിയാൻ സംസാരിച്ച് വലിയ വേദന ഉണ്ട്. നമ്മള് ലോക പോലീസ് ചമയായി ഇപ്പൊ അമേരിക്ക. ഇതിന് ചെറുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ചെറുകിട രാജ്യങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാനാകില്ല. അടുത്തത് ക്യൂബയാണ്. കൊച്ചു ക്യൂബനെ ആക്രമിക്കേണ്ട പരിപാടിയുണ്ട്. വെനസ്വേല, പോളണ്ട്, ഹംഗറി, റൊമാനിയ, ചെക്കോസ്ലോവാക്യ ഇവരെല്ലാം ഒരു ഒറ്റക്കെട്ടായി നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇതിനെതിരെ ലോകത്തിന്റെ എല്ലാ പക്ഷേ ഇത്തരം പല രാജ്യങ്ങളിൽ അവിടുത്തെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചല്ല വരണം എന്ന ഒരു ആക്ഷേപത്തെ ശ്രീ കുഞ്ഞാമത് ഒരു പാർട്ടി മെമ്പർ എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? അത് വേറൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ല തീരുമാനിക്കുന്നത്. ആടുത്ത ജനങ്ങളും ആടുത്ത ഭരണാധികാരികളും ആടുത്ത പ്രതിപക്ഷവും ഭരണപക്ഷവും. ഇപ്പൊ വെനസ്വേലയിൽ എടുത്താൽ പ്രതിപക്ഷ നേതാവിന് പുറത്തിറങ്ങാൻ പറ്റില്ല, ഒളിവിലാണ്. നോബൽ സമ്മാനം കിട്ടിയത് വാങ്ങിക്കാൻ പോകാൻ പറ്റിയില്ല, മകളെ അയക്കേണ്ടി വന്നു. ഈ സാഹചര്യമാണ്. അപ്പൊ ജനങ്ങളുടെ പിന്തുണ ഇല്ലാതെ ഭരിക്കുമ്പോഴാണ് പുറത്തുള്ള ആളുകൾ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്. അതേസമയം ജനങ്ങളുടെ പിന്തുണയുള്ള ഒരു ഭരണാധികാരിയാണെങ്കിൽ അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാവില്ലേ? അതല്ല ഹിതപരിശോധന കൂടെ ആണെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതല്ല ഇവിടെ രാത്രി ഉറങ്ങിക്കിടക്കുന്ന ഒരു ഭരണാധികാരിയാളെ ഭാര്യനെ ഉറക്കാണ് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ടാലും മനുഷ്യത്തിരഹിതമായ പരിപാടിയല്ലത്. അതാ ഞാൻ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത്. എന്തോ ആട്ടെ, അത് മയക്കുമരുന്ന് കേസിൽ ഈ ഘട്ടത്തിൽ ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നാണ് ശ്രീ കുഞ്ഞാമത്? മുതലാളിത്ത രാജ്യത്തിന്റെ ഒപ്പരായിരിക്കും നരേന്ദ്രമോദിക്കും നിലപാട് സ്വീകരിക്കാനാകില്ല. വേറൊരു ഗവൺമെന്റ് അവിടെ ശക്തിയുമായി പ്രതികരിക്കാൻ ഈ ഗവൺമെന്റിനെ കൊണ്ടൊന്നും നടക്കില്ല. അത് ശരി, ഓക്കെ. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശിവൻ എന്നോടൊപ്പം ചേരുന്നു, പാലക്കാട് നിന്നാണ്. ശിവൻ, സാറേ ഞാന് 2-3 വർഷമായിട്ട് സാറിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ആണോ? ഞാനൊരു എക്സ് പ്രവാസിയാണ്. ശരി. പ്രവാസികൾ നമ്മുടെ പൊതുവേദിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. പലപ്പോഴും അവര് നമ്മളെ വിളിക്കുന്നവരാണ്. ഞാൻ 2007 മുതൽ പ്രവാസിയാണ്. അത് ശരി. അപ്പൊ എവിടെയായിരുന്നു? വിദേശത്ത് എവിടെയായിരുന്നു? ഞാൻ ഫസ്റ്റ് വന്നിട്ട് അബുദാബിയായിരുന്നു. അപ്പൊ ഇപ്പൊ നാട്ടിൽ മടങ്ങി വന്നു, സ്വസ്ഥമായ ജീവിതം നയിക്കുകയാണ്. കഷ്ടപ്പാടിന്റെ വേദനയുടെ ഒക്കെ റീസെന്റ് നമ്മൾ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിലെ ആ ദിനങ്ങളൊക്കെ കഴിഞ്ഞു. 22 kV സബ്സ്റ്റേഷന്റെ വർക്കായിരുന്നു. ഓക്കെ. അപ്പൊ ഒരു അലർജി പ്രശ്നമായിട്ട് ഞാൻ വന്നതാണ് നാട്ടില്. അത് ശരി, അലർജി ഉണ്ടല്ലേ? ഈ സോറിയാസിന്റെ ഒരു പ്രശ്നമായിട്ട്. അത് ശരി. സാർ നോട്ട് ചെയ്തോളൂ. അപ്പൊ ഞാന് പിണറായി വിജയനും നമ്മുടെ എല്ലാവർക്കും ഓരോ നമ്മുടെ ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ലോണിന് അപേക്ഷിച്ചു. ലിസ്റ്റിൽ വന്നു, ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ലേ? ഒന്നും ലിസ്റ്റിൽ വന്നു, ഒന്നും കിട്ടിയില്ല. പിന്നെ ഭരണം ഒന്നും മാറിപ്പോയി. അങ്ങനെയൊക്കെ ആയി പോയി. അതൊക്കെ വിടും സാറേ, അതൊന്നും നമുക്ക് വിഷയമില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഇപ്പൊ വിഷയം അമേരിക്കയും പിന്നെ ഇറാനുമായിട്ടുള്ള വിഷയമില്ല സാറേ. അതെ. അപ്പൊ സാറിന്റെ സ്ഥിരം പ്രേക്ഷകരാണ് ഞാൻ. സാറ്
അതില് മിസ് കോൾ നോക്കി അറിയാം. എന്റെ സെയിം ഈ ഒരൊറ്റ നമ്പറാണ്. അപ്പൊ അങ്ങക്ക് പലതവണ വിളിച്ചിട്ടും കിട്ടിയില്ല അല്ലേ? കിട്ടിയില്ല സാറേ. ശിവൻ തെക്കുംപുറമാണ് എന്റെ പേര്. തെക്കുംപുറം. അപ്പൊ എവിടെയാ വീട്? കൽമണ്ഡപത്തിനടുത്തൊരു തെക്കുംപുറം ഉണ്ട്, അവിടെയാണോ? അല്ല സാറേ, കൽമണ്ഡലത്തിന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ. അതെ, അതെവിടെയാണ് ആ സ്ഥലം? അതിന്റെ അടുത്ത് അറിയപ്പെടുന്ന സ്ഥലം എവിടെയാ? എലപ്പുള്ളി. എലപ്പുള്ളി. എലപ്പുള്ളിയൊക്കെ എനിക്കറിയാം. ഞാൻ എലപ്പുള്ളി വഴിയൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. എലപ്പുള്ളി രാമശ്ശേരി ഇഡലിയൊക്കെ ഇട്ടുണ്ട് സാറേ. അതെ, വളരെ രാമശ്ശേരി ഇഡലിന്റെ ഒരു തൊട്ടടുത്താണ്, ഒരു 100 മീറ്റർ. അത് ശരി. അപ്പൊ ലോകപ്രശസ്തമായ ഒരു സ്ഥലമാണത് രാമശ്ശേരി ഇഡലി ഉണ്ട് അല്ലേ? അതെ, ലോക പ്രശസ്തമാണ് സാറേ. പിന്നെ പണ്ട് കാലത്ത് നമ്മള് അമേരിക്ക, ജപ്പാൻ, ജർമ്മനി ഒക്കെ കൊണ്ടുപോകുമ്പോ ഒരു 10 ദിവസം നമുക്ക് ഇത് എടുത്തു വെക്കാൻ പറ്റും. അത് ശരി. ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു 3 ദിവസം എടുത്തു വെക്കാൻ പറ്റും. ഈ രാമശ്ശേരി ഇഡലി കൊണ്ടുപോകും. അതെ. നമ്മുടെ നാടിന്റെ ഒരു വൈവിധ്യവും ഭക്ഷണ രുചിഭേദങ്ങളുടെ മികവും. പിന്നെ ഈ ഇതുണ്ടല്ലോ, നമ്മൾ ടിവിന്റെ അവതരണം മോഹൻലാലിനെ കാട്ടിയൊക്കെ അങ്ങോട്ട് കടത്തി വിട്ടു. അത്രയ്ക്ക് ഗംഭീരമായിട്ട് ഒരു സ്റ്റൈലൻ, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല പെർഫോമൻസ് ആണ് സാർ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിന്. എന്നെയാണോ മോഹൻലാലിനെ കടത്തി വിട്ടുവന്ന്? മോഹൻലാലിനെ കാട്ടി അപ്പുറമാണ് സാറ്. അത്രയ്ക്കും പക്വതയും ഒരു സംസാരം, ഏത് ആൾക്കാരെ കൊണ്ട് എങ്ങനെ വർത്തമാനം പറഞ്ഞ് എങ്ങനെ സംസാര രീതിയിൽ കൂടെ മുകേഷ് ഒന്നുമല്ല സാറിന്റെ മുന്നിൽ. എനിക്ക് ശിവന് എന്തെങ്കിലും ഇവിടെ ഞാൻ ഇപ്പൊ എന്റെ മുന്നിലൂടെ എന്തെങ്കിലും തരാൻ കഴിഞ്ഞെങ്കിൽ എന്റെ മുന്നിലിരിക്കുന്ന എല്ലാ സാധനം എടുത്ത് ഞാൻ ശ്രീ ശിവന് തന്നെ പൊക്കി പറയല്ല. ഞാൻ ഈ പൊതുവേദി ന്യൂസ് 18 ഈ നമ്മുടെ ഏഷ്യനെറ്റും ഇതും മാതൃഭൂമിയും ഒക്കെ അതിനെക്കാട്ടും കാണുന്നത് ഏഷ്യനെറ്റ്. ഈ നിങ്ങളുടെ ന്യൂസ് 18 പൊതുവേദിയാണ്. അതെ, ഇത് ശ്രീ ശിവൻ അങ്ങ് ഇത് പറഞ്ഞ ഈ വാക്കുകൾ സത്യത്തിൽ എനിക്ക് നൽകുന്ന ഊർജം, സന്തോഷം, അതോടൊപ്പം ഉത്സാഹം 10 ഇരട്ടിയാണ്. ഒരു മിനിറ്റ് സാർ, ഇതില് ഈ പൊതുവേദി തന്നെ നിൽക്കാൻ പാടില്ല സാർ. ഇതിന്റെ മുകളിലേക്ക് ഉയർച്ചയിലേക്ക് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരി, ഓക്കെ. അപ്പൊ അടുത്ത ഒരു ഇതില് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. സാറിന് ടൈം കളയുന്നില്ല. സാറിന് എല്ലാ ആരോഗ്യം, ഒരു കുറെ വർഷം ജീവിക്കാൻ ഞാൻ ഞങ്ങളുടെ തറവാട്ട് ദൈവങ്ങൾ നിൽക്കുന്നുണ്ട് ഇവിടെ. കണ്ടാകരൻ, അങ്ങനെയൊക്കെ പറയാം, പാലക്കാട്ട് ഭാഷയിൽ പറഞ്ഞ കണ്ടാകരനൊക്കെ എനിക്കറിയാം. അപ്പൊ ഞങ്ങള് ആ ദൈവത്തിനോട് ഞങ്ങൾ അടുത്ത പൂജയ്ക്ക് ഞാൻ സാറിന് റിക്വസ്റ്റ് ചെയ്ത് ഒരു പൂജയ്ക്ക് കൊടുക്കാം. അപ്പൊ ഞാൻ ഏതായാലും എലപ്പുള്ളി പരിസരത്ത് വരുമ്പോൾ ശ്രീ ശിവനെയൊക്കെ രാമശ്ശേരി ഇഡലി പ്രാധാന്യമുണ്ട്. അപ്പൊ ആ കുടുംബാംഗങ്ങളോടും അയൽക്കാരോടും ഒക്കെ എന്റെ അന്വേഷണം പറയണം. ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം. ഓക്കെ, സാറിന്റെ പരിപാടി ഗംഭീരമാണ് സാർ. ഓക്കെ, താങ്ക് യു. ഞാൻ പറയാം. താങ്ക് യു. അപ്പോൾ ശ്രീ മുഹമ്മദ് മഞ്ചേരി കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ആളുകളുടെ ചില പ്രശംസ കേൾക്കുമ്പോൾ ഞാൻ ഒന്നാമത് പ്രശംസിച്ചാൽ തന്നെ അതിൽ വീണുപോകുന്ന ഒരാളാണ്. പക്ഷേ ഈ ഉള്ളു തുറന്നുള്ള ലാഭേച്ഛയില്ലാത്ത നിഷ്കളങ്കമായ ഇത്തരം സ്നേഹങ്ങൾക്ക് മുമ്പിൽ അങ്ങേയറ്റം ഞാൻ അടിപതർന്ന ഒരാളാണ്. അപ്പോൾ മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി അമേരിക്കയ്ക്കെതിരാണ് അല്ലേ? തീർച്ചയായിട്ടും. അത് അങ്ങനെ എതിർക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് എതിരാകുന്നതാണോ, അതോ അമേരിക്കൻ നയങ്ങൾ മനസ്സിലാക്കി പഠിച്ച് എതിർക്കുന്നതാണോ? നമസ്കാരമല്ലേ സാറേ. നമസ്കാരം. പിന്നെ ഞാൻ നിങ്ങളെ ആരോഗ്യത്തിനും നിങ്ങളെ കാര്യത്തിനും എല്ലാം ഞാനും നിങ്ങളോട് എനിക്ക് വലിയ സ്നേഹമാണ്. അതേ സമയത്ത് കിരൺ സാറിനോടും സ്നേഹമാണ്. കാരണം നല്ലൊരു പരിപാടിയാണ് നിങ്ങൾ രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെയധികം ജനങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളോട് പ്രത്യേകിച്ചുണ്ട്. അപ്പോ മനസ്സാർ ഒന്ന് കേൾക്കണം. ഈ അമേരിക്കൻ പോലീസ് എന്നുള്ള ആദ്യകാലത്ത് പറയും, അമേരിക്കൻ പോലീസ്. ഇപ്പോഴും അദ്ദേഹം പോലീസായി ഇറക്കുക. അപ്പൊ എന്തോ ഇവിടുത്തെ ഒരു തീരുവ ഒന്ന് നിർത്തുമെന്ന് പറയുന്നത് കുറച്ച് ദിവസം മുമ്പ്. അപ്പൊ ഇയാളിത് ഇങ്ങനെ നടന്നുകാണ്ട് ഈ വേറെ ചെറു രാജ്യങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റൂലേ? അവർക്കൊക്കെ ഇത് ഇയാളെ പേടിച്ചാണ് നിൽക്കേണ്ടത്. അപ്പൊ അതിനെതിരെ ശബ്ദിക്കണ്ടേ മറ്റുള്ള രാഷ്ട്രങ്ങളെല്ലാം? അപ്പൊ ഈ വിഷയത്തിൽ ഇന്ത്യ ഒരു ശക്തമായ നിലപാട് എടുത്ത് അമേരിക്കക്കെതിരെ നിൽക്കണമെന്നാണ് ശ്രീ മുഹമ്മദ് മഞ്ചേരി ആഗ്രഹിക്കുന്നത് അല്ലേ? അതാണ് വേണ്ടത്. അത് വേണ്ടിച്ചാൽ അവർക്ക് ഒത്തണം മുട്ടിക്കൊണ്ടിരിക്കരുത്. പക്ഷേ ഇറാന് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ലേ അവരുടെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെ നിയന്ത്രണത്തിൽ വെക്കാനും ഇതുപോലെ തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങളും ഒഴിവാക്കാൻ? ഇപ്പൊ ഇറാനിയൻ റിയാലിന്റെ വില കൂത്തനെ താഴോട്ട് വീണിരിക്കുകയാണ്. 21 പൈസ മതി നമുക്ക് റിയാൽ വാങ്ങിക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവരൊന്ന് പ്രത്യേകം കയറിയത് കൊണ്ട് നോക്കണം ഈ കാര്യത്തിലൊക്കെ. ശരി, അപ്പൊ നമ്മുടെ ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ പ്രസന്നൻ എന്നോടൊപ്പം ചേരുന്നത് മാളയിൽ നിന്നാണ്. ശ്രീ പ്രസന്നൻ. നമസ്കാരം സാർ. നമസ്കാരം.
ഇത് ഒരു രാജ്യം സാമ്പത്തികമായി തകർന്നു. അമേരിക്ക ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തി എന്നത് ശരിയാണ്. നേരിട്ടല്ലെങ്കിലും പരോക്ഷമായ അമേരിക്കയുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇത് എണ്ണ കയറ്റുമതിയെ ബാധിച്ചു, ബാങ്കിങ് സെക്ടറുകളെ ബാധിച്ചു, കറൻസിയുടെ മൂല്യമിടിഞ്ഞു, തൊഴിൽ പ്രശ്നങ്ങളെ ബാധിച്ചു, സാധാരണ പൗരന്മാരുടെ ജീവിത ചെലവ് ഉയരുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇറാൻ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങി. 30 പ്രവിശ്യകളിൽ കലാപം പടരുകയാണ്. ഇത് അമേരിക്കയെ കുറ്റപ്പെടുത്തണോ അതോ അവിടുത്തെ ഭരണ സംവിധാനത്തെ കുറ്റപ്പെടുത്തണോ? ശ്രീ പ്രസന്നൻ മാളയിൽ നിന്ന്. ഇത് വാസ്തവം പറഞ്ഞാൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒരു വിഷയമാണ് ശരിക്കും. ഇത് വളരെ സങ്കീർണമാണ്. പല പല കാരണങ്ങളുണ്ട്. അതായത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ തന്നെ വളരെ മുമ്പേ വികസിച്ച ഒരു രാജ്യമാണ് ഈ ഇറാൻ. അവിടെ വലിയ ഇറാൻ വിപ്ലവമൊക്കെ നടന്നു. അങ്ങനെയാണ് ഖമേനി അവിടെ എത്തുന്നത്. അതെ, ഇറാനിലെ ഷായുടെ ഭരണകാലം തുടങ്ങി നമുക്ക് ഏകദേശം അതിനെക്കുറിച്ച് അറിയാം. പിന്നെ യാഥാസ്ഥികരുടെ പിടിമുറുക്കം, പിന്നെ ഭരണത്തിൽ വരുന്നത്, പിന്നെ അവിടുത്തെ ജനങ്ങളൊക്കെ പുരോഗമന ചിന്താഗതി വന്നിട്ടുണ്ട് അവർക്ക്. പിന്നെ ഈ ആധുനിക കാലത്തിൽ പഴയ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞ പല രാജ്യങ്ങളും ബുദ്ധിപൂർവ്വം ഇപ്പൊ നേരത്തെ അതിൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. ഇപ്പൊ സൗദി അറേബ്യയൊക്കെ യാഥാസ്ഥിതിക മനോഭാവം വിട്ട് പല രാജ്യങ്ങളും മുന്നോട്ട് വരുമ്പോൾ ചിലർ അത് ഇപ്പോഴും പിടിച്ചു മുറുകി നിൽക്കുകയാണ് അല്ലേ? അതെ, അതുകൊണ്ട് ജനങ്ങൾക്ക് അമർഷം പല തലത്തിലും രൂപപ്പെടും. അതിന്റെ ഒരു പ്രത്യാഘാതം ഉണ്ട് ഒരു തലത്തില്. പിന്നെ ഈ വിദേശ ബന്ധങ്ങളില് നമുക്ക് എടുത്തു ചാടി അഭിപ്രായം പറയാനോ വിമർശിക്കാനോ പാടില്ല. കുറച്ചുകൂടി കരുതലും നമുക്കിപ്പോ ഏതെങ്കിലും രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ പരിമിതികളുണ്ട്. അപ്പൊ നമ്മളത് കുറച്ചുകൂടി സംയമനം പാലിച്ചുകൊണ്ട് മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ എന്നാണ് എന്റെ ഒരു പക്ഷം. പിന്നെ ഈ ഇറാനിലെ ഭരണകർത്താക്കള് അവര് കുറെ കൂടി നല്ല ബുദ്ധിജീവികളാണ്, കുറെ കൂടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പെട്ടെന്ന് ഈ മൂല്യശോഷണം സംഭവിച്ചത് എന്താണെന്ന് വാസ്തവം പറഞ്ഞാൽ അതൊരു വലിയൊരു വിഷയമാണ്. എന്റെ ബുദ്ധിയിൽ അതിനെക്കുറിച്ച് ആഴത്തിൽ ഇപ്പൊ ഒരു നിഗമനം എത്താനുള്ള ഒരു ബുദ്ധി എനിക്കില്ല. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചത് നമ്മുടെ പ്രേക്ഷകർക്ക് ഇത്രയൊക്കെ ആഴത്തിൽ ഈ കാര്യങ്ങളൊക്കെ അറിയുമെന്ന് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ കറക്റ്റായി. അപ്പോൾ ശ്രീ പ്രസന്നൻ ഇതൊക്കെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാളാണ്. അവിടുത്തെ വിപ്ലവത്തെക്കുറിച്ചും ഷാ ഭരണാധികാരികളെക്കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന് അറിയുന്നു. അദ്ദേഹം ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ നമ്മുടെ ശ്രീ ദിവാകരൻ ഇടുക്കിയിൽ നിന്നാണ്, തലശ്ശേരിയിൽ നിന്നാണ്. ശ്രീ ദിവാകരൻ, നമസ്കാരം സാറേ. അതായത് ഈ ട്രംപിന് കുറുക്കന്റെ ബുദ്ധിയാ, പിന്നെ ഗ്രീഡി മേന്റെ കഥ പോലെ വേറും സ്റ്റബേൺ ക്യാരക്ടറാ. അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ തന്നെ ഫേസിംഗ് ദ മിറർ ഓഫ് ദ മൈൻഡ് തന്നെ മുഖം കണ്ടാൽ തന്നെ വിശ്വസിക്കും. അയാൾ എലക്ട് ചെയ്ത ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലാണ്. രാജ്യത്തിന് ഒട്ടാകെ ആപത്തായ അയാൾ നന്നാക്കിയാൽ നന്നാക്കൂല. അത് കുറുക്കനെ പിടിച്ച് നമ്മൾ വീട്ടിലെത്തിയാൽ വരൂല, അതേ രൂപമാകും. അതങ്ങനെ പോവുകയുള്ളൂ. അത് ഈ ഭരണകർത്താക്കന്മാരുടെ ഏറ്റവും വലിയ തകരാറാണ്. യെസ്, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം ചന്ദ്രൻ നായർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ചന്ദ്രൻ നായർ എന്ത് കരുതുന്നു? ഈ ലോക പോലീസിംഗ് ആയി അമേരിക്ക ചിലരെ സാമ്പത്തികമായി തടയുന്നു, ചിലരെ പിടിച്ചുകൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു അഭിപ്രായം ശ്രീ ചന്ദ്രൻ നായർക്കുണ്ടോ? അതോ ഇതൊക്കെ അതാത് രാജ്യങ്ങൾ വരുത്തി വരിക്കുന്ന വിനയാണോ? സാർ, ഇറാനും ഇറാഖിലും ഒന്നും കാര്യമായിട്ട് അമേരിക്ക ഇടപെട്ടിട്ടില്ലെങ്കിൽ തന്നെയും ഇറാൻകാരെന്താ വെച്ചാൽ ഒരു അല്പ അലസരാണ് സാർ. അതും ഒരു കാരണം തന്നെയാണ്. അത് നമ്മളെ ഇന്ത്യക്കും അത് കണ്ടുപഠിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ നമ്മളിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50% യുവജനങ്ങൾ എന്താണെന്ന് വെച്ചാൽ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് പല രീതിയിലും. അപ്പം നമുക്ക് നാളെ ഈ അവസ്ഥ, നമ്മൾ ഇന്നിപ്പോ ഇറാനെ പറ്റി സംസാരിക്കുന്ന അവസ്ഥ നാളെ ഇന്ത്യക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള ഓരോ ചെറുപ്പക്കാരും എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിലേക്ക് വന്ന് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് സാർ. അതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ പ്രദീപ് കൂടി എന്നോടൊപ്പം ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്. നമസ്കാരം മോഹൻലാൽ. നമസ്കാരം. ഇറാനിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് ശ്രീ പ്രദീപ് വരുന്നത്? മോഹൻലാൽ, നമുക്കും പ്രതികരിക്കാൻ പറ്റും. നമ്മുടെ ജനാധിപത്യ രാജ്യമല്ലേ നമ്മുടെ. അഫ്ഗാനൊക്കെ അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റുമോ? ഈ ഇറാൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മളെ സ്വാതന്ത്ര്യം നടക്കാൻ പറ്റാവുന്ന രാജ്യമൊന്നുമല്ല അത്. അത് എനിക്കായാലും ശരി, ഇത് പട്ടാള ഭരണം പോലെയല്ലേ അവിടെ. നമുക്കങ്ങനെ കയറി ഇടപെടാൻ പറ്റുമോ? ഇപ്പൊ തന്നെ ഈ മറ്റേ ബംഗ്ലാദേശില് ഹിന്ദുക്കൾ എന്തിരുന്ന് കൊല്ലപ്പെടുന്നു, ഇന്ത്യ കയറി അവിടെ വല്ലതും ചെയ്യാമുണ്ടോ? അപ്പൊ ശ്രീ പ്രദീപ് അന്ന് ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞില്ല. നമ്മൾ പ്രതികരിക്കണമെന്ന് നമ്മുടെ രാജ്യത്ത് പ്രതിഷേധമൊക്കെ നടക്കുന്നതിന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഈ ബംഗ്ലാദേശ് വിഷയത്തിൽ പ്രതിഷേധം നടക്കുന്നതിനെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇതിന് ജനങ്ങൾ ഗവൺമെന്റിന് അങ്ങനെ പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ.
ശരി. അയൽവക്ക രാജ്യത്തിൽ പ്രശ്നം ഉണ്ടാക്കുക വേറെ അപ്പോൾ നമ്മുടെ ബംഗ്ലാദേശിനെതിരെ പറഞ്ഞത് തെറ്റാണെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? എതിരെ പറഞ്ഞാൽ ശരി, എതിരെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് പ്രതികരിച്ചാൽ കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. വേറെ ചൈനയൊക്കെ നോക്കി ശശിധരൻ വയലാർ കൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ശശിധരൻ വയലാർ, നമസ്കാരം മനു. നമസ്കാരം. എന്തുണ്ട് പിന്നെ ഇറാനിലെ വിഷയങ്ങൾ ശ്രീ ശശിധരൻ വയലാർ എങ്ങനെയാണ് നോക്കുന്നത്? ഇറാനിലെ വിഷയം പറയുമ്പോൾ നമ്മുടെ അമേരിക്ക ട്രംപാണല്ലോ ഇപ്പൊ ലോക പോലീസായിട്ട് വിലസുന്നത്. എന്ത് കാര്യവും അദ്ദേഹത്തിന്റെ കാൽക്കീഴി വരണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എന്തോ കഷ്ടകാലത്തിന് അയാളെ ശക്തമായി എതിർക്കാൻ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ദുരന്തം. ഇന്ത്യക്കെതിരെ നടപടി വന്നപ്പോഴും അവര് നമ്മുടെ പ്രധാനമന്ത്രിയും ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയപ്പം ഏതാണ്ട് ഇതെല്ലാം ആവിയായി പോയ പോലെ ആയിരുന്നു. ഇല്ലേ, ശരിയല്ലേ? അത് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ശക്തമായ നിലപാടെടുക്കാൻ എന്തോ ലോകരാജ്യങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു ദൗർഭാഗ്യമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ മനുവിനോട് ഒരു ആവശ്യം കൂടെ പറയട്ടെ. നമ്മുടെ ഈ ഹരിപ്പാടൊരു സംഭവം ഉണ്ടായി, അതൊന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. അതൊരു വലിയൊരു സബ്ജക്റ്റാണ്. കാരണം നാട് നീളെ നമ്മുടെ അമ്പലങ്ങളിലും പരിസരങ്ങളിലും ഒക്കെ കണ്ടുവരുന്ന ഒരു ദുരന്തമാണത്. ഒരു 6 മാസമായ കുഞ്ഞിനെ ആനക്കടി കൂടെ വിളിച്ച് ആ കുഞ്ഞ് താഴെ വീണു, ആനയുടെ കാൽത്തൊട്ടി വീഴുന്നു. ഇന്നതിന് കേസെടുത്തിട്ടുണ്ട്. അതൊരു വലിയൊരു കുഞ്ഞുങ്ങളെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ ഈ ആളുകൾ, ഞാനും കണ്ടിട്ടുണ്ട്, ഈ തൂക്കിലൊക്കെ അവിടുന്ന് ഒരു കുഞ്ഞൊരിക്കൽ വീഴുന്നതിന്റെ ഭയങ്കരമായ സീനാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ ആ കുഞ്ഞിനെ ആ ചവിട്ട് കിട്ടിയിരുന്നുള്ള അവസ്ഥ എന്തായിരുന്നു ആലോചിക്കണ്ടേ? കാരണം ഇതിനെ ജനിപ്പിച്ച പിതാവ് തന്നെയാണ് അതിന് മുൻകൈ എടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ ആളുകൾ ഭക്തിയും ഇതൊക്കെ കൊണ്ട് കുഞ്ഞിന് നന്നായിട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. പക്ഷെ ചിലപ്പോൾ അത് നമ്മുടെ കൈവിട്ടൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. പ്രാന്തായി പോയ പിന്നെ ഒരു രക്ഷയില്ല. ശരി, വ്യക്തമാണ്. ഏതായാലും ഡേവിഡ് വിജയ് പള്ളുരുത്തി നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡേവിഡ് വിജയ്, 2 പ്രധാന രാജ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്, ചർച്ചയായിട്ട് വരുന്നത്. ഒന്ന് വെനിസ്വേലയാണ്. ട്രംപ് അവിടെ നിന്ന് മറ്റ് കൊളംബിയയൊക്കെ ഭീഷണിയും മുഴക്കുന്നുണ്ട്. അതേസമയം ഇറാനിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭം വരികയാണ്. ഇസ്രായേൽ പ്രക്ഷോഭകാരികളെ പിന്തുണയ്ക്കുന്ന നിലപാടായി നേരത്തെ വന്നു. അവിടെ തന്നെ ആക്ഷേപമുണ്ട്, ഇസ്രായേലിൻ്റെ ഒപ്പം തന്നെ അമേരിക്കയും അവരെ പിന്തുണയ്ക്കുന്നുവെന്ന്. ഇത് എങ്ങനെയാണ് ശ്രീ ഡേവിഡ് വിജയ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, അത് ഈ പ്രശ്നം ഇറാന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാലത്ത് ഷാ ഭരിക്കുമ്പോഴും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തെ അട്ടിമറിച്ചിട്ട് വേണമെങ്കിൽ മറ്റൊരു വ്യക്തി, അദ്ദേഹം കുറച്ച് ക്രൂരത കാണിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെയാണ് ഇന്നത്തത് പറയപ്പെടുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് ഗൊമൈനിമാരുടെ അടുത്ത്, ഈ മുല്ലാമാരുടെ അടുത്തും, ഇവിടെ ചൈനയുടെ ഏറ്റവും വലിയ പ്രോഗ്രസ് അതല്ലേ. അവിടെ ചൈന കമ്മ്യൂണിസം അല്ല ഫോളോ ചെയ്യുന്നത്, കൺഫ്യൂഷനിസമാണ്. കൺഫ്യൂഷ്യസ് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ റെസ്പെക്ട് ദി സ്പിരിറ്റ്, വിശ്വാസം വേണ്ടെന്നല്ല, പക്ഷെ അത് കുറച്ച് അകലത്തിൽ നിർത്തണം. അത് കഴിഞ്ഞിട്ടുള്ള വിശ്വാസം മതി. റെസ്പെക്ട് ദി സ്പിരിറ്റ് ബട്ട് കീപ് ഇറ്റ് അറ്റ് എ ഡിസ്റ്റൻസ്. ഇതിൽ നിന്ന് മാറിപ്പോയ അഫ്ഗാനിസ്ഥാനാകട്ടെ ഇറാൻ ആകട്ടെ എല്ലാ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് വരും. ഇപ്പൊ വെനിസ്വേലയിൽ സംഭവിച്ചത് താങ്കൾ എന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാതിരിക്കും, അവിടെ ഏത് മുല്ലായോ മുക്രിയോ അവിടുത്തെ എന്ത് വിശ്വാസം ശരിയായിരുന്നു? അത് വേറൊരു, ഇറ്റ് ഈസ് കോൾഡ് പ്യൂർ ഇൻഎഫിഷ്യൻസി. അത് അവരെ ഞാൻ അതിൽ ആ ഒരു ഘട്ടത്തിൽ ഇപ്പം അങ്ങ് പറഞ്ഞപ്പോഴും ഞാൻ ഓർത്ത്, ഈ വെനിസ്വേലിയൻ പ്രസിഡന്റ് നമ്മുടെ സായ് ബാബയുടെ ഭക്തനായിരുന്നു എന്നാണ്. ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം സായ് ഭക്തനായിരുന്നു എന്ന് പറയുന്നത്. അയ്യോ, ഞാൻ ഒന്നും പറയില്ല. കാരണം എനിക്ക് ഒരുപാട്, ഞാൻ ആന്ധ്രയിൽ ഇരുന്നിട്ടുള്ള കുറച്ചു കാലേ, ഏരിയ മാനേജറൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ അവിടെ എന്റെ റെപ്രസെന്റേറ്റീവ്മാരുടെ ഒരു മീറ്റിംഗ് നടത്തുമ്പോ ഒരു ചങ്ങാതി, ഞാനത് ഫോണിൽ കൂടി പറയാൻ കൊള്ളില്ല, വളരെ മോശമായ രീതി, വേറൊരുത്തരാണെങ്കിൽ നമ്പർ 1 ഡിവോട്ടി അദ്ദേഹത്തിന്റെ, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്കും ആ പരിചയമുള്ള പലരുണ്ട്. പക്ഷെ അവർക്ക് ഹർട്ട് ചെയ്യണ്ട, ഞാൻ ഇതിനെ കുറിച്ചിട്ട് ആ വ്യക്തിയെ കുറിച്ച് പറയില്ല. കാരണം നമ്മുടെ ഇവിടെ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന്. ഞാനൊരു സ്ഥലത്ത് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ വീട്ടില് നമ്മളെ അതുപോലെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ചങ്ങാതി, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ചെന്നപ്പം അവിടെയും ഒരു വലിയ ഫോട്ടോ ഒക്കെ ഇദ്ദേഹത്തിന്റെ വെച്ചിരിക്കുന്നു. അപ്പൊ അവരൊരു ഭക്ത സംഘടന തന്നെയുണ്ട്. അല്ല, അവര് പിന്നെ സേവന പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അത് ആളുകൾ വളരെയധികം ഉണ്ട്, എല്ലാം ഫ്രീ ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അതില്ല, പക്ഷെ അതിന് വേറൊരു അലിഗേഷൻ അദ്ദേഹത്തെ പറ്റിയിട്ടുണ്ട് പറയണ കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ശരിയാണെന്ന്. ഇപ്പൊ ഈ അമേരിക്കൻ CIA അമേരിക്കക്ക് ഇവിടെ ചാരപ്രവൃത്തി നടത്താൻ പറ്റില്ല, അമേരിക്കക്കോ ഇസ്രായേലിനോ. കാരണം ഇന്ത്യയുടെ ഘടന അങ്ങനെയാണ്. കേരളത്തിൽ തന്നെ പറ്റില്ല. ഒരാളുടെ സംസാരം കേട്ടാൽ അപ്പം അറിയാം എന്റെ മലബാർ ചോവായിന്ന് വരുന്നത് ഞാൻ അവിടെ വളർന്ന ഒരുത്തനായതുകൊണ്ടാണ്. അതുപോലെ ഒരു സ്റ്റേറ്റിൽ തന്നെ 3-4 സ്ലാങ്ങുകളാണ്. അപ്പൊ ഇങ്ങനത്തെ ചില ആൾക്കാരെ കൂടിയേ പിടിച്ചു കയറാൻ പറ്റുള്ളൂ. തൃശ്ശൂർക്കാർ സംസാരിക്കുന്ന പോലെയല്ല എറണാകുളംകാർ സംസാരിക്കുന്നത്. അപ്പൊ അതുപോലെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ചാരവൃത്തി അത്ര എളുപ്പമല്ല മറ്റുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിൽ നടത്തുന്ന കൂട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഈ പല ആളുകളും പറയുന്നത് ഇപ്പൊ ട്രംപിന്റെ ഒരു ഗ്ലോബൽ പോലീസിങ് ഫാക്ടർ അത് നമ്മൾ ഭയക്കേണ്ടതുണ്ടോ? നമ്മുടെ രാജ്യം
നമ്മൾ ഇന്ത്യ സ്റ്റേണായിട്ട് നിന്നാൽ ഭയക്കേണ്ടതൊന്നുമില്ല. ഇന്ത്യയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ല. ഇന്ത്യ സ്റ്റേണായിട്ട് നിൽക്കും. എസ്പെഷ്യലി ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ പറ്റിയിട്ട് എന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണം എന്നൊക്കെ പറയുന്നത് അത് ഇന്നലെയും തുടങ്ങിയതല്ലേ. ഞാൻ 80കളിൽ 70s ഞാൻ ഛത്തീസ്ഗഡ്, അന്ന് ഒറ്റ സംസ്ഥാനമായിരുന്നു മധ്യപ്രദേശ്. അന്ന് ഈ ജമീന്ദാർമാരുടെയും മറ്റവരുടെയൊക്കെ ഉപദ്രവങ്ങളുണ്ട്. ഈ അവർക്കെന്നും അടിമകളെ വേണം, അവര് പഠിക്കാൻ പാടില്ല. അത് ഗുജറാത്തിൽ കണ്ടില്ല എന്ത് പ്രോഗ്രസ് ആണ് ക്രിസ്ത്യൻ മിഷണറീസ് നേടുന്നത്. അവിടെ ജാംനഗറിൽ തന്നെ എത്ര സ്കൂളുകളും പള്ളികളും അവരുടെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കാണണം. അവരാരും നമ്മൾ കൺവെർട്ട് ചെയ്യുന്നില്ല. അവിടെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ ഫെനാറ്റിക് ആയല്ലോ. അതുപോലെ ഇത് രണ്ട് സൈഡാണ്. അത് ഈ ചൈനയുടെ ഏറ്റവും വലിയ പ്രോഗ്രസിന്റെ കാരണം എന്താ വെച്ചാൽ റെസ്പെക്ട് ദി സ്പിരിറ്റ് ബട്ട് കീപ് ഇറ്റ് അറ്റ് എ ഡിസ്റ്റൻസ്. അവരാരെയായാലും ഒരു മതക്കാരെയും അമിതമായിട്ട് സ്വാധീനം ചെലുത്താൻ പറ്റില്ല. ഇപ്പൊ ഒരു കുർബാനയ്ക്ക് മുമ്പ് വായിക്കുന്ന ലേഖനം തന്നെ ഗവൺമെന്റിന് അപ്രൂവലിന് കൊടുക്കണം. ചോദിച്ചാൽ തരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയുള്ളൂ. അവിടെ നല്ല മിഷൻ വർക്ക് നടക്കുന്നുണ്ട് ക്രിസ്ത്യൻസിന്റെ. ഒത്തിരി പേര് ക്രിസ്തുമതം സ്വീകരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യം നോക്കണ്ട. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എഫക്ട് ചെയ്യില്ല. പക്ഷെ ഇറാന്റെ ഓയിലൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജാംനഗറിലുണ്ട്. ചബ്ബാർ എന്ന് പറഞ്ഞൊരു അവിടുത്തെ ഒരു പോർട്ടിന്റെ ഇത് കോൺട്രാക്ട് നമ്മുടെ വിഴിഞ്ഞം പോലെ അഡാനി ഏറ്റെടുത്തിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ ട്രംപ് അവിടെ കയറി അടിച്ച് ഇറാൻ മോശമായി പോയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം യൂട്യൂബിൽ എന്നോടൊപ്പം ചില പ്രേക്ഷകരൊക്കെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലൈറ്റി ഡേയ്സ് ഒക്കെ എന്നെ പുകഴ്ത്തുകയാണ്. ഇത്തരം ഒരു ഇൻ്റർനാഷണൽ വിഷയം എടുത്തതിനെ അദ്ദേഹം അഭിനന്ദിക്കുന്നു. അപ്പോൾ ഷിജു നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ നമുക്കൊപ്പം ഉണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. റിയലൈസ് ദ ട്രൂത്ത് ആൻഡ് ടേക്ക് പ്രിക്കോഷൻസ് ഫോർ ടുമോറോ എന്ന് പറയുന്നു. അപ്പോൾ കുഞ്ഞാമദിനെ പറ്റി പരാമർശനമുണ്ട്. കിഷോർ കോന്നി എനിക്ക് ഹായ് എന്ന് പറയുന്നുണ്ട്. ഹായ് മനു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റിമെമ്പറിങ് തെക്കുംഭാഗം മോഹൻ എ വെൽ നോൺ കേരള ഹിസ്റ്റോറിയൻ എന്ന് ഇപ്പം നമ്മൾ ഷിജു പറയുന്നു. അങ്ങനെ നിരവധി കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്കൊക്കെ വരാം. പ്രശാന്തൻ കണ്ണൂരിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ പ്രശാന്ത്, ശ്രീ പ്രശാന്ത് എന്താണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത്? ഇത് ലോക സാമ്പത്തിക ക്രമങ്ങളിൽ അമേരിക്ക നടത്തുന്ന ഒരു അനധികൃത ഇടപെടലിൻ്റെ ബാക്കി പാത്രമാണോ, അതോ ഒരു രാജ്യം സ്വമേധയാൽ വിളിച്ചു വരുത്തിയ സാമ്പത്തിക പ്രതിസന്ധിയാണോ? അതല്ല, പിന്നെ അമേരിക്കന്റെ കാർഡെത്താണ് സംഭവം. അമേരിക്ക ലോക പോലീസ് അമീന്ന അവസ്ഥയിൽ ഇപ്പോൾ ഉള്ളത്. ആരും ചോദിക്കാനും പറയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ നടപടി നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അമേരിക്കയാണ് ഇതിന് മുന്നിൽ നിന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഓക്കെ, അമേരിക്കയിലായിട്ട് മറ്റു രാജ്യങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്നു ബംഗ്ലാദേശ് ഉടൻ തന്നെ മതേതരമായി മാർഗം. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഇസ്ലാമിക് കൺട്രീസിൽ ചേരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ ഒന്നും കൂടി ഞാൻ വായിക്കാം. ഗ്ലാഡിയേറ്റർ പറയുന്നത് ബംഗ്ലാദേശ് ഉടൻ തന്നെ മതേതരത്വം മാറ്റി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൽ ചേരും എന്നാണ് പറയുന്നത്. അപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ എന്ന രീതിയിൽ പിളർന്നു പോയി. പിന്നീട് പാകിസ്ഥാനിൽ നിന്ന് പിളർന്നാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ അവർ പിന്നെ അതൊരു മതേതര രാജ്യം എന്ന നിലയിലൊക്കെയാണ് അവർ കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കിയിരുന്നത്. പക്ഷേ പിന്നീട് ആ നിലപാട് മാറ്റി. ഇപ്പോൾ അത് മാറുന്നു കൂടുതൽ എന്നാണ് ഗ്ലാഡിയേറ്റർ പറയുന്നത്. ഒരു ഇസ്ലാമിക് നേഷൻസ് കൺട്രീസ് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് നേഷൻസിൽ ചേരും എന്നാണ് ആക്ഷേപം. ഓക്കെ, സുനിൽകുമാർ പറയുന്നു ഡേവിഡ് വിജയ്ക്ക് കൈയൊക്കെ തരുന്നുണ്ട്. ഓക്കെ, അരുന്ധതി എനിക്ക് നമസ്കാരം എന്ന് പറയുന്നുണ്ട്. 2 ചുവന്ന ഹൃദയങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാനും അരുന്ധതിക്ക് 3 ചുവന്ന ഹൃദയങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബ്ലൈറ്റി ഡേയ്സ് ലണ്ടനിലിരുന്ന് നമ്മുടെ പൊതുവേദി കാണുന്നുണ്ട്. നമസ്കാരം മനു, ഈ വിഷയം ചർച്ചയ്ക്കെടുത്തതിൽ സന്തോഷം. ലോകത്ത് എന്ത് നടന്നാലും അത് പ്രവാസികളെയാണ് ബാധിക്കുക. കേരളത്തിലും അത് പ്രതിഫലിക്കും എന്ന് ബ്ലൈറ്റി ഡേയ്സ് പറയണം. അപ്പോൾ ലണ്ടനിലിരുന്ന് ബ്ലൈറ്റി ഡേയ്സ് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. പ്രവാസികൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ കാണുന്നവരാണ്. മദീന എനിക്ക് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫിലിപ്പ് തോമസ് എന്നോട് പറയുന്നു മതഭരണങ്ങൾ വേണ്ട എന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. ഇറാനിലും കുറച്ച് മതേതരത്വം വരട്ടെ എന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. ഇറാൻ ഒരു മതേതര ജനാധിപത്യ രാജ്യമാകാൻ പ്രബുദ്ധ മലയാളി പിന്തുണ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഐ തിങ്ക് യു റീഡ് എ ലോട്ട് ഓഫ് ബുക്സ് ഫോർ റെഫറൻസ്. റീഡിങ് മേ ബി യുവർ ഹോബി എന്ന് എന്നോട് ചോദിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര മടിയനായ ഒരാളാണ്. അത് ഷിജു പറയുന്നത് ഞാൻ കുറേ പുസ്തകങ്ങൾ വായിക്കുന്നു. ഞാൻ അങ്ങനെ വളരെ വിപുലമായ ഒറേഷ്യസ് റീഡറൊന്നും അല്ല. ഞാൻ പുസ്തകങ്ങൾ വല്ലപ്പോഴുമൊക്കെ വായിക്കാറുള്ളൂ.
അതും ആരെങ്കിലുമൊക്കെ പിന്നെ പ്രത്യേകിച്ച് നിർബന്ധിക്കുമ്പോഴോ എന്തെങ്കിലും സാഹചര്യം വരുമ്പോഴോ അല്ലെങ്കിൽ ചില നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പുസ്തകം എഴുതിയിട്ടതൊന്ന് വായിച്ചു നോക്കുമെന്ന് പറയുമ്പോഴൊക്കെയുള്ള വായന മാത്രമേ ഉള്ളൂ. ഏതായാലും എന്നെ അങ്ങനെയൊക്കെ പുകഴ്ത്തുന്നുണ്ട്. ഓക്കെ, അജയ് കുമാർ ചങ്ങനാശ്ശേരി എന്നാണ്. അജയ് കുമാർ ഈ വിഷയം എന്തായാലും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ അജയ് കുമാർ, അവിടെ പരമോന്നത നേതാവ് സ്ഥലം വിടുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. റഷ്യയിലേക്ക് കടന്നു കളയും എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇന്ത്യയിലെ ഇറാൻ എംബസി പറയുന്നത് അതൊക്കെ വ്യാജ വാർത്തകളാണ്, അത് വിശ്വസിക്കേണ്ടതില്ല. അവിടെ ജനങ്ങൾ ഇതിനു മുമ്പും ഒക്കെ പലതരം പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവിടുത്തെ പരമോന്നത നേതാവ് പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആയത്തുള്ള അലി ഖംനഈ രാജ്യം വിടുമോ എന്ന ആശങ്കയുണ്ടോ അജയ് കുമാർ ജനങ്ങൾക്ക്? ഇല്ല, ഇറാന്റെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം അവരത്ര സ്ട്രോങ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു മിലിറ്ററി സംവിധാനമൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. ഇവിടെ ഇപ്പൊ അമേരിക്ക അവിടെ കയറി ഉണ്ടാക്കിയിരിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പൊ അമേരിക്കയും വെസ്റ്റേൺ കൺട്രീസുമായിട്ട് ഇറാനുള്ള വിഷയം കാലങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ അവരോടുള്ള ബുദ്ധിമുട്ട് വരുന്നത് പണ്ടത്തെ ഹോസ്റ്റേജ് ക്രൈസിസ് തൊട്ടാണ്. ഇപ്പൊ രണ്ടായാലും ഇറാന്റെ ഓയിൽ തന്നെയാണ് അവർ ഒരു വഴിക്കൂടെ അവർ നോക്കുന്നത്. അതിനപ്പുറം ഇറാന് എന്താണ് പറയുന്നത്, ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെന്നും പറയുന്നു, ഇല്ലാന്നും പറയുന്നു. ഏതായാലും അവരത് ഉണ്ടാക്കുന്ന ലെവലിലേക്ക് അവരുടെ കാര്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. അതിനെ ലോകരാജ്യങ്ങൾ ആ ഒരു രീതിയിൽ ഭയക്കുന്നുണ്ട് ഇറാനെ. അല്ല, ഞാൻ അജയ് കുമാറിനോട് ചോദിക്കട്ടെ, അങ്ങ് വിദേശത്തൊക്കെ ഇരുന്ന ആളാണല്ലോ ഇത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഘട്ടത്തിൽ ഓയിൽ വളരെ പ്രിഡോമിനൻ്റ്ലി നമ്മുടെ ഒരു ഇന്ധനമായിരുന്നൊരു കാലഘട്ടം പതുക്കെ മാറുകയാണ്. അപ്പം നമ്മളൊക്കെ ഇലക്ട്രോണിക് വെഹിക്കിൾസിലേക്കൊക്കെ നീങ്ങുന്നു. അപ്പോൾ ഇനി അമേരിക്കയുടെ ഈ നടപടികളെല്ലാം ഈ എണ്ണയ്ക്ക് വേണ്ടിയാണെന്നുള്ള ഒരു വാദം ഇനി നിലനിൽക്കുമോ ശ്രീ അജയ് കുമാർ? അല്ല, എണ്ണയ്ക്ക് വേണ്ടി ഏതായാലും അത് ഈ ഉടനെയൊന്നും ഒരു 10, 20, 30 വർഷത്തേക്കെങ്കിലും എനിക്ക് തോന്നുന്നില്ല. ഓയിൽ തന്നെ ആയിരിക്കും എല്ലായിടത്തും കാണുമല്ലോ. പിന്നെ അത് മാത്രമല്ലല്ലോ, അവരുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും ഉണ്ടല്ലോ ഭയങ്കരമായിട്ട്. ഇനി ഇറാനിൽ അമേരിക്ക എന്തെങ്കിലും ഒരു അഗ്രഷൻ നടത്തിയാൽ, അല്ലെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്റേണൽ പ്രോബ്ലംസിലും ഏതെങ്കിലും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അതിനെ അപലപിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഇറാൻ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഒരു ഇസ്ലാമിക രാജ്യവും ഇതിനെതിരെ ഒരു പ്രതികരണവുമായി വരുന്നില്ല, അല്ലേ? വരുത്തില്ല. കാരണം ബാക്കി എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളും സുന്നികളാണ്, സുന്നി ഡൊമിനേറ്റഡ് രാഷ്ട്രങ്ങളാണ്. എല്ലാ ഇസ്ലാം രാഷ്ട്രങ്ങളും എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും സുന്നി ഡൊമിനേറ്റഡ് രാഷ്ട്രങ്ങളാണ്. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാം, ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് എന്റെ ഒരു ഷിയ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു മുസ്ലിം സുഹൃത്തുണ്ടായിരുന്നു. ഏത് ബഹറിനി ഇതല്ലേ. അദ്ദേഹം വളരെ ഉയർന്ന പൊസിഷനിലാണ് ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്തത്. പുള്ളി എന്റെ അടുത്ത് ഞാൻ ഈ പൊളിറ്റിക്സ് ഒക്കെ അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരിക്കലും എന്റെ അടുത്ത് പറഞ്ഞതാണ്, അതെ ഇറാനുമായിട്ട് വേണമെങ്കിൽ ഞങ്ങൾ സന്ധി ചെയ്യും, പക്ഷെ ഒരു സുന്നിയായിട്ട് ഞങ്ങൾ സന്ധി ചെയ്തില്ലെന്നാ പറഞ്ഞത്. മനസ്സിലായോ? ഒരു ഷിയ പറയുന്നതാണ് ഒരു സുന്നിയെ പറ്റി. ഈ വിദ്വേഷം ഇവരിൽ അങ്ങേയറ്റം ആഴത്തിലുണ്ട്. അത് ഈ കേരളത്തിലൊന്നും, ഇന്ത്യയിലോ പ്രത്യേകിച്ച് കേരളത്തിലൊന്നും ഒരു ചർച്ചകൾ വരേണ്ട വേദികളിൽ പോലും അത് ആരും പറയുന്നില്ല. അതതിന്റെ വാസ്തവമാണ്. ഇനിയിപ്പോ ഇറാനിക്ക് ബോംബിട്ടെന്നിരിക്കട്ടെ, നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത് ഒരു റാലി നടക്കുമോ? ഒരിക്കലും നടക്കത്തില്ല. അഥവാ നടന്നാലും പേരിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. അപ്പൊ ഇതെല്ലാം മുതലെടുത്തുകൊണ്ടാണ് അമേരിക്ക ഇതിനകത്ത് കൊണ്ട് കൈയടക്കുന്നത്. അത് ഓയിലിന് വേണ്ടി ആയിക്കോട്ടെ, അല്ല ഇവരുടെയൊക്കെ ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ. കാരണം ഈ ഗൾഫ് രാഷ്ട്രങ്ങളും മറ്റുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ് മിലിറ്ററി വൈസിലും അവരുടെ മിലിറ്ററി ഹാർഡ്വെയറിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് അതിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഈ എംബാർഗോ കൊണ്ടൊക്കെ പല കാര്യങ്ങളിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ അത്ര ഈസി അല്ല അമേരിക്കയ്ക്ക് അവിടെ കയറി ഇറാനെ ഉപദ്രവിക്കുക വെനസ്വലയെ കാണിച്ച പോലെ അവിടെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് സംശയമുണ്ട്. പക്ഷെ അവരെ ചെയ്യാൻ ശ്രമിച്ചുകൂടുന്നില്ല. പക്ഷെ അവിടുത്തെ ഈ ജനങ്ങൾ ഇങ്ങനെ വ്യാപകമായി ഈ ഭരണകൂടത്തിനെതിരെ വരുന്നത് അല്ല, ഇപ്പം നമ്മുടെ കർഷക സമരമില്ലായിരുന്നു, വിദേശ മാധ്യമങ്ങളിലെല്ലാം എന്താണ് ഇന്ത്യയിൽ അങ്ങ് ഭയങ്കര വിപ്ലവം നടക്കുന്നുണ്ടായിരുന്നു. NRCക്കെതിരെ ഭയങ്കര ഇന്ത്യയിലെ മുസ്ലിംസിനെ എല്ലാം കൊല്ലുന്നു, മുസ്ലിംസ് എല്ലാം കൂടി ഇന്ത്യ ഭയങ്കര വയലൻസ് എന്നല്ലേ നമ്മൾ പറഞ്ഞു. ഇത് UP-യിൽ എന്തെങ്കിലും വിഷയം നടന്നാൽ കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന UP-ൽ വലിയ ഇഷ്യൂ ഉണ്ടായെന്ന രീതിയിലാണ്. അത്തരമായി ആ ഒരു രീതിയിലായി ഞാനിതിനെ കാണുന്നുള്ളൂ. കാരണം ഞാൻ കുറെ ഈ ഫോറിൻ ന്യൂസുകളും വിദേശ ന്യൂസുകളും കുറെ ഓൺലൈൻ വിദേശത്തു നിന്നൊക്കെ വരുന്ന കുറെ റൈറ്റപ്പുകളൊക്കെ വായിച്ചപ്പോൾ നമ്മൾ ഈ ആശങ്കപ്പെടുന്ന രീതിയിലല്ലേ, ആശങ്കയല്ല, നമ്മൾ ഈ കാണുന്ന രീതിയിലൊരു വിപ്ലവം അവിടെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല.
ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നെ ഗോളാന്തരം പരിഹസിക്കുകയാണ്. ഞാൻ വായിക്കുമ്പോൾ തെറ്റിപ്പോയല്ലോ, ബംഗ്ലാദേശ് മതേതര രാജ്യമായി മാറിയെന്ന്. ബംഗ്ലാദേശിന് ഇപ്പോൾ മതേതര രാജ്യമായി മാറ്റിയോ എന്നൊക്കെയാണെന്ന് തോന്നുന്നു, എന്നെ പരിഹസിക്കുന്നുണ്ട്. ഓക്കെ, സന്തോഷം. അപ്പോൾ ലിജോ ജോർജ് പറയുന്നു ടൈം പാസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ സുനിൽകുമാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഭാവിയിൽ എല്ലാം കൂടി തമ്മിൽ തല്ലി തീരുമെന്നാണ് പറയുന്നത്. ഓക്കെ, സുരേന്ദ്രൻ നായർ തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ സുരേന്ദ്രൻ നായർ, ഹലോ, നമസ്കാരം. നമസ്കാരം. ഈ പ്രക്ഷോഭം, അവിടെ നടക്കുന്ന പ്രക്ഷോഭം ജനങ്ങൾ നടത്തുന്ന പ്രക്ഷോഭമാണ്. ഇതിന് എന്തൊക്കെയായാലും അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരു അതൃപ്തിയുണ്ട് എന്ന് തെളിയിക്കുന്നതല്ലേ ആ പ്രക്ഷോഭങ്ങൾ? അത് അമേരിക്കയ്ക്ക് അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കാൻ കഴിയുന്നതാണോ? അതിർത്തിയുണ്ട്. അതിർത്തി ഉള്ളത് കൊണ്ടാണല്ലോ ജനങ്ങൾ തെരുവിലിറങ്ങുന്നത്. പക്ഷെ അതിലൊരു പങ്ക് അമേരിക്കയ്ക്കുണ്ട്. അമേരിക്ക എല്ലാ രീതിയിലും ഒരു രാജ്യത്തിനെ തകർക്കാൻ തന്നെ നോക്കണം. പ്രത്യേകിച്ചും ഇറാനും അമേരിക്കയായിട്ട് ഇന്നും ഇന്നലെ മുതൽ ഉള്ള ശത്രുതയല്ല, അത് പണ്ട് മുതലേ ഉള്ളതാണ്. ഷാ ഭരണം അട്ടിമറിച്ചതോടുകൂടി ഉണ്ടായതാണ്. അപ്പോൾ ഹലോ, കേൾക്കുന്നു. അപ്പൊ അന്ന് മുതലേ ഉള്ളതാണ്. അമേരിക്കൻ എംബസിയൊക്കെ ിലുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ ബന്ദികളാക്കി തടഞ്ഞു വെച്ച് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവരെ മോചിപ്പിച്ചത്. ഇതിനിടയ്ക്ക് അമേരിക്കൻ ഭരണകൂടം അത് അവരെ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി, അതൊക്കെ പരാജയപ്പെട്ടു. അപ്പോൾ അത്തരത്തിൽ ഒരു പണ്ടുകാലം മുതലുള്ള ഒരു തർക്കം തുടരുന്നു എന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? ഉണ്ട്, അങ്ങനെ ഉണ്ട്. പിന്നെ ഈ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി ലോകത്തിപ്പോ ഒരു മഹാശക്തിയായിട്ട് അമേരിക്ക മാത്രമേ ഉള്ളൂ. പിന്നെ ചൈന ഉണ്ട്. ഹലോ, ചൈന ഉണ്ട്. പക്ഷെ ചൈന അവരുടെ കാര്യം മാത്രമേ നോക്കുള്ളൂ, മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു. പക്ഷെ വെനിസ്വേലയുടെ കാര്യത്തിൽ ചൈന, റഷ്യ ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. ഉണ്ട്, പക്ഷെ അവര് പ്രസ്താവനകളിൽ കൂടെ നിർത്തയല്ലേ ഉള്ളൂ. പ്രസ്താവന ഇടപെടലാണ്, അല്ലാതെ അതിന് അപ്പുറത്തേക്കുള്ള ഒരു ഇല്ല ഇല്ല, അല്ലാതെ ഇല്ല. നേരത്തെ ആണെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഇടപെടണമായിരുന്നു. സോവിയറ്റ് യൂണിയനെ പേടിയാണ്. പക്ഷെ ഇന്നും റഷ്യക്ക് അതിനുള്ള സൈനിക ശക്തി ഉണ്ട്. പക്ഷെ അത് അവര് തയ്യാറല്ല. അതിനുള്ള ഭരണകർത്താക്കളല്ല അവിടെ ഭരിക്കുന്നത്. ശരി, വ്യക്തമാണ്. അപ്പൊ ശിവദാസൻ ബാലരാമപുരം കൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ശിവദാസൻ ബാലരാമപുരം, ഈ പരമോന്നത നേതാവ് അവിടുന്ന് സ്ഥലം വിടുന്ന സാഹചര്യം വെറും അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ അത് വ്യാജ വാർത്തകൾ ആണ് എന്ന തരത്തിലൊക്കെ ഇങ്ങനെ വരികയാണ്. അങ്ങനെ എന്തെങ്കിലും ആശങ്ക ആ രാജ്യത്തിനുണ്ട് എന്ന് കരുതേണ്ടതുണ്ടോ ഈ സാഹചര്യത്തിൽ? നമസ്കാരം സാർ. നമസ്കാരം സാർ, വിഷയം ഇറാനെ തകർത്തു എന്നാണ് ഒരു വിഷയം വന്നിട്ടുള്ളത്. അമേരിക്ക ഇറാനെ തകർത്തു, പാലസ്തീൻ, ഫിലിപ്പീൻസ്, ഹോങ്കോങ് എല്ലാ രാജ്യങ്ങളിലും അവർ കയറിപ്പറ്റി എല്ലാം കിട്ടുന്ന അവിടെ ഊറ്റിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു രക്തരാക്ഷസ് കുടിക്കുന്ന പച്ചഭാഷ പറഞ്ഞ അവന്മാര് കള്ളന്മാരാണ്. ഇന്ന് നമ്മുടെ സൗദി അറേബ്യയിൽ ആരംകോ എന്നൊരു കമ്പനി, ആരംകോ അമേരിക്കയുടെ ഒരു കമ്പനിയാണ്. ഓഫീസ് അവിടുത്തെ പകുതി ഒരു 100% വരുമാനം കിട്ടുന്നതിൽ പകുതി കൊണ്ടുവന്നവരാണ്. അവർക്ക് അവിടെ മദ്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവരൊന്ന് അമേരിക്കയ്ക്ക് എന്തെങ്കിലും നമ്മളെ സൗദിയിൽ നിന്ന് എന്തെങ്കിലും ഒരു റോങ് സംസാരം വന്നാൽ ഇന്ന് ഇറാനിൽ കാണുന്ന 100 ഇരട്ടി പ്രശ്നം ഉണ്ടാക്കും. കൊന്ന എന്തിനാ? രാജ്യത്തിന് വേണ്ടി പോരാടി അന്ന് ഇറാൻ കൂട്ടുനിന്നു, ഇറാഖ് പാലസ്തീൻ കൂട്ടിയിരുന്നു, സൗദിയെ കൂട്ടിയിരുന്നു, മറ്റെല്ലാ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും കൂട്ടിയിരുന്നു. ആ ക്ഷാമം ഇവിടെ കിടക്കുന്നു. ഒരു രാജ്യത്തിനുള്ള ആളിനെ പിടിച്ചുകൊണ്ടുപോയി ആ രാജ്യത്ത് കൊണ്ടുപോയി ഒരു ലോയർ പോലും വെക്കാതെ അവരെ കോടതി അവര് പറയും പോലെ കേട്ട് അവരെ എല്ലാവരെയും തൂക്കിക്കൊന്നു. ഇനി അതേപോലെ ഇറാനിലുള്ള ആളിനെ പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാണ് മോഹമാണെങ്കിൽ ഐക്യരാഷ്ട്രസഭ എന്ന ഒരു സഭ എന്തിനാണ് സാർ ഇതൊക്കെ ഇരിക്കുന്നത്? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. തിരുവനന്തപുരത്ത് പ്രദീപ് ഉണ്ട്. പ്രദീപ്, ഈ വിഷയത്തിൽ പ്രദീപ് എന്താണ് പറയുന്നത്? ഒരു രാജ്യം വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിക്ക് കാരണം ആര് എന്നാണ് പ്രദീപ് കരുതുന്നത്? നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം. മതമാണ് പ്രശ്നം, മറ്റത് കമ്മ്യൂണിസമാണ് പ്രശ്നം. ഈ രണ്ട് കാര്യങ്ങളും പ്രശ്നമാണ്. ഈ രണ്ട് കാര്യമാണ് ലോകത്ത് സമാധാനം ഇല്ലാതാക്കിയിട്ടുള്ളതും ലോകത്ത് ജനങ്ങളെ കൂട്ടക്കുരുതി നടത്തിയ രണ്ട് സാധനങ്ങളുടെ പേരാണ് ഒന്ന് മതം, രണ്ട് കമ്മ്യൂണിസം. വെനിസലയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തൊട്ടു മുന്നേ ഒരു സുഹൃത്ത് കരയണേണ്ടു. ആ കമ്മ്യൂണിസം കാരണമാണ് ആ നാട് ആ ഗതിയിലായത്. ഈ ഇറാൻ എന്ന് പറയുന്ന ഈ നാട് മിഡിൽ ഈസ്റ്റിലെ പാരീസ് ആയിരുന്നു 71 കാലഘട്ടങ്ങളിൽ. അറിയാമായിരിക്കും. ഒരുപാട് പുസ്തകം വായിക്കുന്ന പലർക്കും അത് അറിയാമായിരിക്കും, അല്ലെ? ചെറിയ പുസ്തകം വായിക്കുന്നവർക്കും അറിയാമായിരിക്കും.
വസ്ത്രം അവിടുത്തെ സ്ത്രീകൾ തല ഒന്നും മറക്കാറില്ല. അവർ വളരെ വെസ്റ്റേൺ ആയിട്ട് മോഡേൺ രീതിയിൽ, ഈവൻ അഫ്ഗാനിസ്ഥാൻ പോലും അതേ രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു സംസ്കാരം, വളരെ 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 പ്രൗഢമായി ജീവിച്ചിരുന്ന, ആഡംബരമായി ജീവിച്ചിരുന്ന ഒരു സംസ്കാരത്തിൽ മതമെന്ന ആ തീവ്രവാദി രൂപം അവരിൽ പ്രാപിച്ച് ഇപ്പോഴത്തെ ആയത്തുള്ള ഖമേനിയുടെ കേറോസിൽ ആ രാജ്യം. മനു, ഇതിനെല്ലാം പുറകിലൊരു സത്യമുണ്ട്. ഒരു കാലത്ത് ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഈ ഇറാൻ. ഇറാനിലെ മതതീവ്രവാദം വന്നതിന് ശേഷം ഇസ്രയേലിനെ തള്ളി പുറത്താക്കുകയും അതോടൊപ്പം തന്നെ ഈ അമേരിക്കയുമായിട്ട് ശത്രുതയിൽ അവർ തുടങ്ങി. അവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണിത്. പിന്നെ അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. അവിടുത്തെ ഇന്ന് നമ്മളൊരു 2 വർഷത്തിന് മുമ്പല്ലേ നമ്മൾ പത്രങ്ങളിലും എല്ലാം വായിച്ചത്, അവിടെ ഒരാള് ഹിജാബ് ധരിക്കാത്തതിന് ആ കുട്ടിയെ വധത്തിന് ഇരയാക്കിയെന്ന്. ഹലോ, കേൾക്കുന്നു അല്ലേ? ഡെത്ത് പെനാൽറ്റി കൊടുത്തതാ. അപ്പൊ ഇതേപോലെ മനുഷ്യത്വരഹിതമായി ഇന്ന് മതത്തിന്റെ കീഴിൽ ഇരുന്നുകൊണ്ട്, അത് മാത്രമല്ല ലോകത്ത് ഇന്ന് നിലവിലുള്ള സകല തീവ്രവാദികൾക്കും ഫണ്ടിങ് ചെയ്യുന്നത് ഇറാനാണ്. ലോകത്ത് സകല തീവ്രവാദികളെ കൊണ്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നതും ഈ പറയുന്ന ഇറാനാണ്. ഇറാൻ സാംസ്കാരികപരമായും ചില കാര്യങ്ങളിൽ നമ്മളുമായിട്ട് സുഹൃത്താണ്. പക്ഷെ ഇന്ത്യക്ക് മിണ്ടാനൊന്നും പറ്റത്തില്ല. കാരണം ഇന്ത്യക്കും അറിയാം ഇറാൻ എന്നൊരു തീവ്രവാദി ഇറാൻ ആക്ച്വലി അവര് ചെയ്യുന്നത് ഒരു തീവ്രവാദ പ്രവർത്തനം തന്നെയാണ്. ലോക സമാധാനത്തിന് ഭീഷണിയാണ് ഇറാൻ. അത് വളരെ സത്യം. പിന്നെ നമ്മൾ ഇവിടെ കിടന്നുകൊണ്ട് കുറച്ചുപേർ കരഞ്ഞതുകൊണ്ടൊന്നും ഇറാനെ രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇറാനിലെ ജനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞു തങ്ങൾ പണ്ടൊരിക്കൽ എങ്ങനെയോ മഹത്വമായി വളരെ മനോഹരമായി ജീവിച്ചിരുന്ന ഒരു സംസ്കാരത്തിലും ജീവിത രീതിയിലും മതം ഒരുപാട് തലയേക്കേറിയപ്പോ തീവ്രവാദി രീതിയിലായി. മനു, ഒന്നുകൂടെ പറഞ്ഞു വെക്കാം. ഈ ഇറാൻ ഇത്രയും ഈ യുറേനിയം സന്തുഷ്ടീകരിച്ച് അവർ ഇസ്രായേൽ ഇതുണ്ടാക്കുന്നു, ന്യൂക്ലിയർ വെപ്പൺ. ആരെ അടിക്കാനാണ്? ആരെ കൊല്ലാനാണെന്നേ? തൊട്ടടുത്ത് കിടക്കുന്ന ഇപ്പം പറഞ്ഞില്ലേ സുന്നി ഷിയ എന്ന് പറഞ്ഞില്ലേ, ആ ഷിയ രാജ്യങ്ങൾക്കെതിരെ ഇവൻ ഉപയോഗിക്കും. അറിയാമോ? ഈ പറഞ്ഞ സൗദിക്ക് നേരെ അവൻ ഉപയോഗിക്കും അത്. കാരണം ഇവന്റെ തലയ്ക്കകത്തിരിക്കുന്ന കടുത്ത ഇതാണെന്നേ. അതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് ഈ നമ്മുടെ ഇസ്രയേലിൽ അവർ തീർച്ചയായിട്ടും ഈവൻ ആ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കും. പിന്നെ തീവ്രവാദികളുടെ കയ്യിൽ ഈ സാധനം എത്തിക്കഴിഞ്ഞാൽ അത് കറങ്ങി തിരിഞ്ഞ് ഇന്ത്യക്കും വരും. അതുകൊണ്ട് ഇന്ത്യ ഇതിലൊന്നും പറയാനൊന്നും പോണില്ല. ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് തന്നെ അത്യാവശ്യം പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ആ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ സുഹൃത്തിനോട് ഒരു 4-5 എനിക്ക് അയച്ചു തരണം പൊതിച്ചോറ്. ഞാൻ നേരെ ഇറാനിൽ അയക്കാം. താങ്ക് യു. ശരി, യെസ്, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ വിജയൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ വിജയൻ, നമസ്കാരം. ഞങ്ങൾ ഇടപെടും എന്നാണ് ട്രംപ് എക്സിൽ കുറിക്കുന്നത്. ട്രംപ് ഇടപെട്ടാൽ പ്രശ്നം വഷളാകുമോ? പ്രശ്നം ശാന്തമാകുമോ? ട്രംപൊന്നുമല്ല സാറേ. ഇവിടെ ഇന്ത്യയിൽ നമുക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാട്ടി വലിയ ആളുകൾ ആരാ സാറേ ഉള്ളത്? ഇപ്പൊ ഈ ഇറാനിൽ സംഭവിക്കാൻ കാരണം തന്നെ ഇറാനില് ജനങ്ങൾ അവരൊന്നായിട്ട് നിൽക്കാത്തതുകൊണ്ട്, അവരിൽ ഒത്തൊരുമയില്ലാത്തത് കൊണ്ടുമാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ ഇറാനിൽ വിസ ചേഞ്ച് ചെയ്യാനായിട്ട് അവിടെ പോയിട്ടുണ്ട്. അവിടുത്തെ പൈസയ്ക്ക് നമ്മുടെ നാട്ടിലെ പേപ്പറിന്റെ വില പോലും ഇല്ലായിരുന്നു. ഞാൻ അവിടെ ചെന്നൊരു കുബൂസ് മേടിക്കാൻ ചോദിച്ചോടനെ അവര് ചോദിക്കുന്നത്, അവിടുത്തെ പൈസ കൊടുത്തോടനെ അവര് പറഞ്ഞത് ആ പൈസ വേണ്ട, UAE പൈസ കൊണ്ടേ തരാൻ. അത് ശരി. അപ്പൊ ശ്രീ വിജയൻ ഇറാനിൽ പോയി കുബൂസ് കഴിക്കാൻ ഒരു ശ്രമം നടത്തി അല്ലേ? അല്ല, പോയത് വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാ. 2 ദിവസം അബുദാബിയിൽ നിന്ന് വിസ ചേഞ്ച് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയത്. അപ്പം ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്ന്. അവിടെ ചെന്നപ്പോൾ ഞാനിത് പറഞ്ഞ സത്യമാണ്. അപ്പൊ ഇറാനിയൻ റിയാലാണോ കൊടുത്തത്? ഞാൻ ഇറാന്റെ പൈസ എടുത്ത് കൊടുത്തേ പറഞ്ഞില്ല. ഇത് വേണ്ട, UAE പൈസ തരാൻ പറഞ്ഞു. UAE പൈസ കൊടുത്താണ് പിന്നെ ഞാൻ കുബൂസ് മേടിച്ചത്. അപ്പം ഇതിന്റെ എല്ലാ അവര് തമ്മിൽ ഒരു ചേർച്ചയില്ല, പല തട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് അവിടെ സംഭവിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത്ര വലിയ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്രയും വലിയ ആളുകളോട് നമ്മളെ രാജ്യത്ത് ഇതൊന്നും ബാധിക്കില്ല. ഇവിടെയും പലരും ഇങ്ങനെ കുത്തിത്തിരുകി പല പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി ഇവിടെ കണ്ടോ, അങ്ങോട്ട് നോക്കൂ, ഇവിടെ വലിയ പ്രശ്നം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് കൂടാതെ ഒരു കാര്യം കൂടെ സാറ് പറഞ്ഞതുപോലെ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, നമുക്കൊരു
ഒരു വിഷയം ഒരു ദിവസം ബംഗ്ലാദേശ് ചർച്ച ചെയ്യും. ഏതായാലും പൊതുവേദി പ്രേക്ഷകരൊക്കെ ഇങ്ങനെ പലതരം അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത് അവിടെ പോയതിൻ്റെയും ഒക്കെ. അപ്പോൾ ശ്രീ വിജയൻ ഇറാനിൽ ചെന്ന് ഒരു ഗുബൂസ് കഴിക്കാൻ പോയതും അവിടുത്തെ ആ പൈസയ്ക്ക് മൂല്യമില്ല എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെയും ഒക്കെ നേരിട്ടുള്ള അനുഭവങ്ങൾ, ഒരുപക്ഷെ വലിയ ചർച്ചകളിൽ പോലും ഇത്തരം അനുഭവങ്ങൾ ആളുകൾക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ പൊതുവേദിയുടെ ഒരു കരുത്താണത് വ്യക്തമാക്കുന്നത്. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാൻ ചെറിയൊരു ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. കത്തുന്ന ഹെഡ്ലൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ്, നമ്മുടെ പടത്തിന്റെ ആദ്യ ഫ്രെയിം. യെസ്, പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യം, ഗോളാന്തരം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കമൻറ്റുകൾ ഇടുമ്പോൾ ആളുകളെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഉള്ള കമൻറ്റുകൾ പരമാവധി ഒഴിവാക്കണം. അങ്ങനെ ഇട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ നിങ്ങളുടെ കമൻറ്റ് വായിക്കില്ല, ആരായാലും ശരി. എനിക്ക് ഇഷ്ടമുള്ള ആളുകൾ ഇങ്ങനെ പലപ്പോഴും നിലവിട്ട് പെരുമാറുന്നത് വല്ലാതെ വേദനിപ്പിക്കുന്നു. ഏതായാലും അപ്പോൾ ഇന്ന് എന്നെ പുകഴ്ത്തിയില്ല എന്ന് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ധാരാളം പുകഴ്ത്തിയിട്ട് ഞാൻ മോഹൻലാലിനേക്കാൾ മികച്ച ആളാണെന്നൊക്കെ തരത്തിൽ എന്നെ പുകഴ്ത്തുന്നവരുണ്ട്. അപ്പം മോഹൻലാൽ പക്ഷേ ഇത് അറിഞ്ഞു കാണില്ല, അറിഞ്ഞെങ്കിൽ അദ്ദേഹം വെറുതെ ഇരിക്കാനും സാധ്യതയില്ല. അപ്പോൾ കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നത് മതം ഒരു പ്രശ്നം തന്നെയാണ്, പക്ഷേ അമേരിക്കയും ഒരു പ്രശ്നം തന്നെയാണെന്ന് പറയുന്നു. ഗോളാന്തരം ഒരു പശു കയ്യിലുള്ള കാര്യമൊക്കെ എന്നോട് പറയുന്നുണ്ട്. മനു സാറേ, എനിക്കൊരു പശു ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒറിജിനൽ പശുവും പാലും ചായയും വാഴക്കപ്പവും ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഏതായാലും അതിന് ചായയും വാഴക്കപ്പവും ഒക്കെ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലായിരിക്കും പൊതുവേദിയും കാണുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ചിലർക്കൊക്കെ തലയിൽ അടി കിട്ടിയ പോലെയാണ്, പലരും പുറത്തിറങ്ങുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷക്കാരെ പരിഹസിച്ചുകൊണ്ട് നമ്മുടെ സുനിൽകുമാർ എഴുതുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ ശക്തിമാൻ ഉണ്ട്. ശക്തിമാൻ്റെയൊക്കെ ഒരു ആവശ്യം നമ്മുടെ ബംഗ്ലാദേശ് വിഷയം ചർച്ച ചെയ്യണം വളരെ സജീവമായി എന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ റഷീദ് കൊയിലാണ്ടി, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ റഷീദ് കൊയിലാണ്ടി, ഈ സുന്നി ഷിയ വിഷയം കാരണം പലപ്പോഴും ഇറാൻ്റെ കാര്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന ആക്ഷേപം ഏതെങ്കിലും അർത്ഥത്തിൽ ശരിയാണോ? അങ്ങനെ നമ്മുടെ വിഷയം അമേരിക്കയുടെയും അമേരിക്കയുടെ മാനസപുത്രൻ ഇസ്രായേലിന്റെയും കണ്ണിലെ കരടാണ് ഇറാൻ. അറിയാലോ, ഈ കഴിഞ്ഞ യുദ്ധത്തില് ഇറാൻ അവരെ മുട്ടുകുത്തിച്ചു എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. അതിൽ നിന്നൊക്കെ അവർക്ക് വിരല് പിടിച്ച് ആ രാജ്യത്തെ തകർക്കാനുള്ള എല്ലാ സംഭവ വികാസങ്ങളും അവര് കൊണ്ടുവരികയാണ്. അതിൽ അവർ വിജയിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആഭ്യന്തര കലാപം അവിടെ വന്നിട്ടുണ്ട്. അതിന്റെ പിന്നിൽ അവരെ വരിഞ്ഞു മുറുക്കിയ ഈ ഉപരോധമാണ്. ഈ ഉപരോധത്തിലൂടെ ജനങ്ങൾ അവിടെ പൊറുതിമുട്ടുകയാണ്. വിലക്കയറ്റം വല്ലാതെ അവരെ വീർപ്പുമുട്ടിക്കുന്നു. അപ്പോൾ അത് ഭരണപരാജയമാണെന്നാണ് എന്നുള്ള രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവര് കൊണ്ടുവന്ന ഉപരോധത്തിൽ അവിടെ രാജ്യം വല്ലാതെ പ്രയാസപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇപ്പോൾ വിലക്കയറ്റം ഉണ്ടായത്. ജനങ്ങൾ ഇതിപ്പോൾ ഭരണത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും അവിടെ ഇറാനെ തകർക്കാനൊന്നും സാധിക്കയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇറാനിയൻ ജനത എപ്പോഴും ഏത് തകർച്ചയിലും അവർ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഇറാഖിനെ പോലെ ഒന്നും ഇത് തകരാൻ പോകുന്നൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ തുടക്കത്തിൽ മനു പറഞ്ഞതുപോലെ സുന്നി ഷിയ പ്രശ്നം ഇന്നോ ഇന്നലെ ഉള്ളതല്ല. അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഇവര് തമ്മിലുള്ള ഒരു വടംവലിയാണ്. അത് അവിടെ ഷിയാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ളത്. അത് ഇറാഖിലായാലും ഇറാനിലായാലും ഷിയ വിഭാഗത്തിനാണ് മുൻതൂക്കമുള്ളത്. അവിടെ ഭരണാധികാരികളും അവർ തന്നെയാണ് വരാറുള്ളത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വിജയകുമാർ കൂടി എന്നോടൊപ്പം പട്ടാമ്പിയിൽ നിന്ന് ചേരുന്നു. അതിനു മുമ്പ് പിന്നെ നമ്മുടെ സുനിൽകുമാർ ഒരു പരിഹാസം, എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിക്കെതിരെയാണെന്ന് തോന്നുന്ന, അമേരിക്കൻ സാമ്രാജ്യത്വം തുലരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആശുപത്രികൾ ഒഴികെയുള്ള സാമ്രാജ്യം തുലരട്ടെ, കാരണം ഞാൻ ഇവിടെ നമ്പർ 1 ആണെങ്കിലും ഇടയ്ക്ക് അങ്ങോട്ട് ചികിത്സയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല, വിജയകുമാർ പട്ടാമ്പിയും എന്നോടൊപ്പം ചേർന്നു. ഞാൻ കൃഷ്ണൻകുട്ടി മണിമലിലേക്ക് വരാം. ശ്രീ വിജയകുമാർ പട്ടാമ്പി, യെസ്, താങ്കൾ ഈ വിഷയത്തിൽ എന്ത് സൂചനകളാണ് കാണുന്നത്? ഇത് അമേരിക്ക തങ്ങളുടെ നയം നടപ്പിലാക്കാൻ തയ്യാറല്ലാത്ത രാജ്യങ്ങളെ ഒന്നിനു പുറകെ ഒന്നായി വേട്ടയാടുന്നു എന്ന
ഒരു ആക്ഷേപത്തിനൊപ്പം നിൽക്കുമോ, അതോ ഇത് ഒരു രാജ്യത്തിനകത്തെ ആഭ്യന്തര പ്രശ്നമായി അത് അവർ പരിഹരിക്കേണ്ട ഒരു വിഷയമായി വളരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? രണ്ടു വശം എടുക്കാൻ പറ്റും. ഒന്ന് ആഗോള പ്രശ്നമായിട്ട് മാറാൻ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ റഷ്യ, ചൈന, കൊറിയ അതുപോലെ രാജ്യങ്ങൾ ഇനി ഇതൊന്നും കണ്ടു നിൽക്കാൻ സാധ്യതയില്ല. നമ്മൾ അമേരിക്ക എന്ന് പറയുന്നത്, അമേരിക്കയിലെ ആൾക്കാർ പൊതുവെ കുഴപ്പമില്ല, എല്ലാ രാഷ്ട്രീയക്കാരും അവിടെ ഉണ്ട്. പക്ഷെ ഈ ട്രംപ് എന്ന് പറയുന്ന അദ്ദേഹം അതിശയിക്കാൻ പറ്റില്ല, ഏറ്റവും മോശം വ്യക്തിത്വമാണ്. വ്യക്തി അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഭരണ അധികാരം ഉണ്ടാവില്ല. ആ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ പ്രതിഷേധം വരുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് പ്രതിഷേധം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മറ്റു രാജ്യങ്ങളും കൂടി ഉൾപ്പെടുത്തുക. അമേരിക്കയൊക്കെ തകർക്കാൻ ചൈന മാത്രം മതി, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. പക്ഷെ അമേരിക്ക ഒരു രാജ്യം തകർക്കാൻ നമ്മുടെ ലക്ഷ്യമല്ലല്ലോ. അപ്പൊ എല്ലാ രാജ്യങ്ങളും ഈ മത നിരപേക്ഷമായിട്ടും. പക്ഷെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്നു എന്നാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. അവര് കൂടുതൽ ഐക്യത്തിന്റെ പാതയിലേക്ക് നീങ്ങുകയാണ്. അല്ല, ഐക്യത്തിന് അതുണ്ട്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം മറ്റുള്ള ഐക്യത്തിനെ കൂടുതൽ ശ്രമിക്കുക. കാരണം പ്രശ്നം ഉണ്ടാക്കാനുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ശ്രമിക്കുക. അത് മുമ്പേ നമ്മൾ ഇന്ത്യയിലൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ ശരിക്കും വ്യക്തമായിട്ട് സഹായം റഷ്യ ആ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും ഇത് അമേരിക്ക കൂട്ടുകയും കാര്യമായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. ചൈന നല്ല പക്ഷത്തിൽ നിൽക്കുക, മോശം പക്ഷത്തിൽ നിൽക്കുക. അപ്പൊ ഇന്ത്യയുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് മാത്രമേ ഉള്ളൂ. മറ്റേ നമുക്കൊന്നും അനുകൂലിക്കാൻ പറ്റുന്നതാണ് ചൈനയുടെ മൊത്തം രാഷ്ട്രീയ ആയിട്ടുള്ള നീക്കങ്ങൾ. അപ്പോൾ അതുപോലത്തെ കൊറിയൊക്കെ മറ്റുള്ള ഈ മാധ്യമങ്ങളില്ല, കുറെ മാധ്യമങ്ങൾ ഏകാധിപതി എന്നൊക്കെയാണ് വിളിക്കുക. ഇത് മറ്റു പ്രധാനമന്ത്രികളൊക്കെ പറയും കൊറിയയുടെ കാര്യം നോക്കും, വടക്കൻ കൊറിയയുടെ കാര്യം നോക്കുമ്പോൾ മാത്രം ഏകാധിപതി അവിടെ നല്ലൊരു ഭരണം കൊണ്ട് നടക്കുകയാണ്. പക്ഷെ ഏകാധിപതിയെ അല്ലേ, ജനാധിപത്യ പ്രക്രിയയിൽ വരാത്തവരെ ഏകാധിപതി എന്നല്ലേ നമ്മൾ വിളിക്കുക. ഇങ്ങനെ അത് കൊറിയ മാത്രം ചൈന ഒന്നും പറയുന്നില്ലല്ലോ. ജനാധിപത്യം അങ്ങനെ അത് നമുക്ക് അറിയാത്ത കാര്യം. ജനാധിപത്യം തന്നെയാണ് അവിടെ നടക്കുന്നത്. അത് ഇതുപോലെ തെരഞ്ഞെടുപ്പ് അവിടെ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. അതും കാര്യം കൊണ്ടൊക്കെ മാറ്റം വരും. ശരി, ഏതായാലും വ്യക്തമാണ് താങ്കളുടെ കാര്യം. അപ്പോൾ കൃഷ്ണൻകുട്ടി മണിമല കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, ഒരു വശത്ത് ഈ ഖംനേയിയുടെ ഭരണം ഉണ്ട്, 89 മുതൽ അവിടെയുണ്ട്, രാഷ്ട്രീയ സ്ഥിരത ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇറാൻ ശക്തമായി മുന്നേറി നിയന്ത്രണ സംവിധാനങ്ങൾ നിർമ്മിച്ചു, സഖ്യകക്ഷി ഗ്രൂപ്പുകളിലൂടെ അവിടെ പ്രാദേശിക സ്വാധീനം വികസിപ്പിച്ചു, അതുപോലെ പാശ്ചാത്യാധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നിലനിർത്തി. അങ്ങനെ ഒരു കേന്ദ്രീകൃത അധികാര സംവിധാനം ഒക്കെ അവിടെ വന്നു. പക്ഷേ യുദ്ധങ്ങൾ, ഉപരോധങ്ങൾ, അന്താരാഷ്ട്ര സമ്മർദ്ദം ഒക്കെ ഈ കാലഘട്ടത്തിൽ അതിജീവിക്കാൻ കഴിയാത്ത ഒരു ശക്തിയായി ഇറാൻ വീഴുകയാണ്. ആ രാജ്യത്തെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവർക്ക് അവരുടേതായ ഒരു ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനം ആ രാജ്യത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധമാണ്. ആ ഉപരോധം കാരണം അവർക്ക് വളരാൻ പറ്റുന്നില്ല. അമേരിക്കക്ക് എന്താണ് ഈ ഉപരോധത്തിന്റെ താല്പര്യം? നോക്കൂ, 1957 കേരളത്തിലെ ഒരു EMS മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇവിടുത്തെ ആഭ്യന്തര ശത്രുക്കളെല്ലാം കൂടെ ഒരു മുന്നണി ഉണ്ടാക്കി അതിന് വിമോചന സമരം എന്ന് പേര് വിട്ട് ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി എല്ലാ കുൽസിത പ്രവൃത്തിയും ചെയ്തു. അതിന് അമേരിക്കക്ക് എന്തായിരുന്നു കാര്യം? നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ അനുസരിച്ച് അമേരിക്ക കേരളത്തിൽ EMS മന്ത്രിസഭയെ അട്ടിമറിക്കാൻ വേണ്ടി $10 ലക്ഷം അന്ന് ചെലവാക്കിയെന്നാണ് വായിച്ചിട്ടുള്ളത്. അതിനകത്ത് നമ്മുടെ കോൺഗ്രസ് ഒക്കെ ഒരു പാർട്ടിയാണല്ലോ ഈ കാശ് മേടിച്ചതിനകത്ത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അമേരിക്ക ലോകം മുഴുവൻ അവർക്ക് ഇപ്പൊ അടക്കി ഭരിക്കണം. USSR ഇല്ലാതായതിനു ശേഷം അതൊരു യൂണിപോളാർ സിസ്റ്റമായി, ലോകത്തിലെ ഒരേ ഒരു പോലീസായി അമേരിക്ക. അമേരിക്ക പറയുന്നത് എല്ലാവരും കേട്ടോണം. ഇതാണ് പറയുന്നത്, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? പക്ഷെ ആ രാജ്യത്ത് ജനങ്ങൾ എന്നിട്ട് വലിയൊരു പ്രതിഷേധം ഒന്നും കഴിഞ്ഞില്ല, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് ഇത് വേണ്ടേ ഒരു പ്രസിഡന്റിനെ? അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതിന്റെ ഒന്നും വാർത്തകൾ ശരിക്കും പുറത്തു വരാത്തതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച്. അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഇത്രയും കാലം ഒളിവിലായിരുന്നു ഈ പ്രസിഡന്റിനെ ഭയന്ന്. ഭൂരിപക്ഷം ആൾക്കാരും പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധിക്കുന്നവർക്ക് വരുന്ന അനുഭവം എന്താണെന്ന് അവർക്കറിയില്ലല്ലോ. അതൊരു കൊച്ചു രാജ്യമല്ലേ. ഈ കൊച്ചു രാജ്യത്തൊക്കെ അമേരിക്ക കയറി പിടിച്ചൊതുക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഇത്രയും കാലം ഒളിവിലായിരുന്നു. ആ ഒരു സ്ത്രീയാണ്, അവർ നോബൽ സമ്മാനം ഒക്കെ വാങ്ങിച്ച വളരെ കർമ്മധീരയായ വനിതയാണ്. പക്ഷെ ആ ഈ സ്ത്രീയെ, ആ വനിതയെ അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. നോബൽ സമ്മാനം വാങ്ങിക്കാൻ പോലും അവർക്ക് ഒളിഞ്ഞു പോകേണ്ടി വന്നു. മകളെ വിട്ടാണ് വാങ്ങിപ്പിച്ചത്. അങ്ങനെ ഒരു ആളെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ ജനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധിച്ചില്ല എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ലേ എന്നൊരു സംശയവും കൂടി എനിക്കും ഉണ്ട്. ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനമാണല്ലോ സ്ത്രീക്ക് കിട്ടിയത് അല്ലേ? റിയ കൊച്ചാടോ? അതെ. ഈ നോബൽ സമ്മാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാത്മാഗാന്ധിക്ക് കൊടുക്കാത്ത ഒരു സാധനമാണ് ഈ നോബൽ സമ്മാനം.
അതാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. നോബൽ സമ്മാനത്തിനകത്ത് അതിൻ്റെതായ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അതിനകത്ത് അമേരിക്കയ്ക്ക് കയ്യുമുണ്ട്. മിക്കവാറും എല്ലാ നോബൽ സമ്മാനങ്ങളും അങ്ങനെയാണ്. അവസാനം ഇപ്പൊ ട്രംപ് പറയുന്നത് ട്രംപിന് ഒരെണ്ണം വേണമെന്നല്ലേ പറയുന്നത്. ഗാന്ധിജിക്ക് നോബൽ സമ്മാനം കിട്ടിയില്ല എന്നുള്ളത് എല്ലാ കാലത്തും വിമർശനമായി നിൽക്കുന്നു. പക്ഷേ സമാധാനത്തിന്റെ നോബൽ സമ്മാനത്തെക്കാൾ മുകളിലാണ് ഗാന്ധിജി എന്ന് അതിനെ ആളുകൾ വിധി എഴുതി. പക്ഷേ ടാഗോറിന് കിട്ടി. നോബൽ സമ്മാനം ഗാന്ധിജിക്ക് കൊടുക്കാത്തതുകൊണ്ട് അതിന്റെ നാണക്കേട് ഗാന്ധിജിക്കല്ല, നോബൽ സമ്മാനം അല്ല. പക്ഷേ ടാഗോറിന് കിട്ടി, മലാല യൂസഫ്സായിക്ക് കിട്ടി, ടാഗോറിന് കിട്ടി. മഹാത്മാഗാന്ധി ചെയ്തത് എന്താണ്? അമേരിക്ക സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത ആളിനെങ്ങനെ നോബൽ സമ്മാനം കൊടുക്കുക? അതുകൊണ്ടാണ് കൊടുക്കാഞ്ഞത്. അതാണ് അതിന്റെ കാര്യം. ഇപ്പൊ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നോക്കൂ, അടുത്ത രാജ്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കുമെന്നാണ് പുള്ളി പറയുന്നത്. ഈ രാജ്യം എനിക്ക് വേണം, ആ രാജ്യം എനിക്ക് വേണം എന്നാണ് ഇപ്പൊ നമ്മുടെ തൃശ്ശൂരിങ് എടുക്കുക എന്ന് പറഞ്ഞില്ലേ ഒരാള്. അങ്ങനെ ഇങ്ങനെ ഒരു രാജ്യം എടുക്കുകയാണ്, കൊളംബിയ എടുക്കുകയാണെന്ന് പറഞ്ഞ് എടുക്കുകയാണോ? ഞാൻ വെനിസ്വേലയും എടുക്കുകയാണ്, കൊളംബിയ എടുക്കുകയാണ്, കൊണ്ടുപോയി കൊളംബിയ എടുക്കുകയാണ്. പിന്നെ ഏതൊക്കെ അവിടെ ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണോ എവിടൊക്കെ എണ്ണയുണ്ടോ അതെല്ലാം അയാൾക്ക് വേണം. അതുകൊണ്ട് ഇത് പേടിച്ചിട്ടാണ്, നമ്മളെ എടുക്കുമെന്ന് പേടിച്ചിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടാക്കുന്നത്. നമ്മളെ എടുക്കുമെന്ന് എന്താ ഉറപ്പുണ്ടോ? ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ വിവരം അറിയുന്നതാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഒരു അധികാര കസേലയിൽ ഇരിക്കുന്ന ഒരു നേതാവിനെ തട്ടിക്കൊണ്ടുപോയാൽ ആദ്യം പ്രതിഷേധത്തിന്റെ, കലാപത്തിന്റെ, വിപ്ലവത്തിന്റെ സ്വരം ഉയരേണ്ടത് ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരാണ്. അത് കാണാതാകുമ്പോഴാണ് എനിക്ക് ഈ സംശയങ്ങളെല്ലാം വരുന്നത്. പ്രതിഷേധം ഉയരുന്നുണ്ട്, അതിനെതിരെ പോപ്പ് വരെ പ്രതികരിച്ചിട്ടുണ്ട്. പോപ്പ് പ്രതികരിച്ചു, അർജന്റീനയിൽ പ്രതിഷേധം ഉണ്ടായി, ഇംഗ്ലണ്ടിൽ പ്രതിഷേധം ഉണ്ടായി, ലോകത്ത് മറ്റു സ്ഥലങ്ങളിൽ പ്രതിഷേധം. ആ നാട്ടിലെ ജനങ്ങൾ ശാന്തരായി വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നോ എന്ന സംശയമാണ് എനിക്കുള്ളത്. അല്ലല്ല, അവിടെയും പ്രതിഷേധമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയും പ്രതിഷേധമുണ്ട്. അവിടെ അടുത്ത വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് സ്ഥാനം ഏറ്റെടുത്ത് അമേരിക്കയെ ക്ഷണിച്ചിരിക്കുകയാണ് എണ്ണ വാങ്ങിക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അങ്ങേക്കും എനിക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഇതിലുള്ളത്. ഏതായാലും വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി കൂടി ചേരുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി, ഇതിപ്പോ നമ്മുടെ സഖാവ് കൃഷ്ണൻകുട്ടി പറയുന്നത് രാവിലെ പിണറായി എഴുന്നേറ്റ് വിളിച്ച് പറയുന്നവരെ അത് പറയുന്നവരൊന്നും നമ്മുടെ നരേന്ദ്രമോദിക്ക് പറയാനൊക്കെ എങ്ങനെ പറയാനോ നരേന്ദ്രമോദിക്ക് പറയാൻ ഇപ്പോ അവിടുത്തെ പ്രശ്നങ്ങൾ അവർ തീർക്കട്ടെ. അതായത് രണ്ട് രാജ്യം തമ്മിൽ തല്ലല്ലോ, ആ നാട്ടിൽ തന്നെയുള്ള വിഷയമല്ലേ. അവിടെ കയറി നമ്മൾ എന്ത് പറയാനും, നമ്മൾ എന്നെ ഇടപെടണം. നമ്മളിവിടെ തുണി മുക്കി നോക്കിയിട്ട് പേരും ചോദിച്ചിട്ട് ജാതി ചോദിച്ചിട്ട് വെടിവെച്ചിട്ട് ഏതെങ്കിലും രാജ്യക്കാരെന്തെങ്കിലും പറഞ്ഞോ ഒന്നും പറഞ്ഞു നമ്മൾ തന്നെ അതിന് തിരിച്ചടിച്ച് മറുപടി കൊടുത്താൽ. അല്ലാതെ മറ്റുള്ളവർ ചെയ്യട്ടെ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനൊന്നും നമുക്ക് പറ്റില്ല. അങ്ങനെയൊന്നും ഇടപാടൊന്നും പറ്റുന്നില്ല. നമ്മൾ ഇതിപ്പോ അവിടുത്തെ പ്രശ്നം മനു ഒരു നമ്മുടെ ഒരു ഉദാഹരണം നമ്മുടെ മണിപ്പൂരിൽ നടക്കുന്ന പോലെ വലിയൊരു സംഭവമാണ്. അത് രണ്ടുമൂന്ന് വിവാഹം തമ്മിലുള്ള വിഷയം, അല്ലാതെ വേറൊന്നുമല്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് വഴിമാറിയെന്ന് എന്നോട് സുജാത KN പറയുന്നുണ്ട്. ഇല്ല, വഴിമാറിയില്ല, നമ്മൾ ഈ സബ്ജക്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, സുരേഷ് കുമാർ കണ്ണൂരിൽ നിന്ന് എന്നോട് ചേരും. സുരേഷ്, നമസ്കാരം സാർ. നമസ്കാരം. ഈ സുരേഷ് കണ്ണൂർ പയ്യന്നൂരാണ്. പയ്യന്നൂരുകാരനാണ്. ഓക്കെ, അപ്പോൾ പയ്യന്നൂർ എനിക്കറിയാവുന്ന സ്ഥലമാണ്, നല്ല മനുഷ്യരുള്ള നാടാണ്. ഞാനവിടെ എനിക്ക് കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് പയ്യന്നൂർ, ഞാൻ പലപ്പോഴും അവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങേക്ക് എന്ത് തോന്നുന്നു, പയ്യന്നൂരുകാരൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടോ? ഈ ആഗോള അമേരിക്കൻ പോലീസിംഗ് ഉണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ് തർക്കങ്ങൾ നടക്കുമ്പോൾ പയ്യന്നൂരിൽ ഇത് ചർച്ചാ വിഷയമാണോ സുരേഷ്? അല്ല സാറേ, നമുക്കൊരു വാർത്ത കേൾക്കുമ്പോൾ വരുന്നൊരു വാർത്തയാണല്ലോ ഇത്. ആ വാർത്തയെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അങ്ങനെയാണ് സാറേ. അപ്പൊ അങ്ങേക്ക് എന്ത് തോന്നുന്നു, ഈ അമേരിക്ക ലോക പോലീസ് ചമയൊന്നും ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ സാറേ, അത് മുംബൈയിലല്ലേ? അത് സത്യമാണ്. അത് പിന്നെ അപ്പൊ അതങ്ങനെ ചമഞ്ഞോട്ടെ പൊയ്ക്കോട്ടെ എന്നാണല്ലേ? ശരി, ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഒരഭിപ്രായം പറയാം, എന്റെ പറയട്ടാ. എന്ന് വെച്ചാല് പിന്നെ ഈ മതമാണ്, കമ്മ്യൂണിസമാണ് പ്രശ്നം. ഇതിനകത്ത് കുറച്ച് നേരത്തെ വിളിച്ച പ്രദീപ് പറഞ്ഞിരുന്നു, ഒരു പ്രദീപ് പറഞ്ഞൊരു ആള് പറഞ്ഞിരുന്നു. അപ്പോ മുമ്പ് ഇന്ത്യക്ക് നേരെ ഈ അമേരിക്ക ഒരു ആക്രമണ സ്വഭാവം നടത്തിയിരുന്നു. അന്ന് ചോദിച്ചാല് നമ്മളെ റഷ്യ, സോവിയറ്റ് റഷ്യ എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ആ രാജ്യമാണ് അന്ന് ഇടപെട്ടത്. പിന്നെ ഒരു കാര്യം ഞാൻ ചിവരിക്കില്ലെന്ന് സാറേ, ഈ പിന്നെ നമ്മുടെ ഈ പൊതിച്ചോറിനോട് ഇത്ര സുരേഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണോ? ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ പ്രവർത്തകനല്ല. അപ്പോൾ ഏതായാലും പൊതിച്ചോറിനെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. അത് സാധാരണക്കാരായ മനുഷ്യർ, നിരാലംബരായ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സഹായ കൈത്താങ്ങാണ് അല്ലേ? അത് ഇപ്പം അങ്ങനെ ഒരു സംഭവം പാടില്ല. സാറിന് അതിനെ കുറിച്ച് മുണ്ടും ചില കാര്യങ്ങൾ സാറ് ശക്തമായ അഭിപ്രായം പറയാറുണ്ടായിരുന്നു. പക്ഷേ അല്ല, ഞാൻ പൊതിച്ചോറിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഞാൻ ആരായാലും ആശുപത്രിയിൽ ഇരിക്കുന്നവർക്കൊക്കെ കിട്ടുന്ന
ചിലപ്പോഴൊക്കെ നമ്മൾ വല്ലാതെ പിന്നെ വികാരഭരിതരാക്കുന്ന ചില സന്ദർഭങ്ങൾ കൂടി ഉണ്ട്. ചിലരൊക്കെ ഈ പൊതിച്ചോറിനിടയിൽ പൈസയൊക്കെ വെച്ച് കൊടുക്കും. കാരണം അവർ കൂലിപ്പണിയൊക്കെ എടുക്കുന്ന മനുഷ്യരാണെങ്കിലും ഇത് വാങ്ങിക്കുന്ന ആൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് കരുതി അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ചെറിയ പൈസയൊക്കെ, അത് DYFIക്കാർ ചെയ്യുമ്പോൾ മാത്രമല്ല, ഞാൻ പറയുന്നത് പൊതുവേ അങ്ങനെ കൊടുക്കുന്നയാൾ. അപ്പോൾ അതിനെ പ്രളയത്തിൻ്റെ അങ്ങനത്തെ കഥകൾ DYFIക്കാരെ ചെയ്യുന്നെങ്കിലും അത് പലതരത്തിലുള്ള പല ആൾക്കാർ, BJPക്കാരെ വീട്ടിൽ നിന്നായാലും കോൺഗ്രസ്സുകാരെ വീട്ടിൽ നിന്നായാലും എല്ലാവരും അതിൽ കൂട്ടായി പങ്കാളിക്കും. നല്ലത് തന്നെ, മനുഷ്യൻ വിശക്കാത്ത ഒരു ലോകമാണ് നമുക്ക് വേണ്ടത്. ഏതായാലും ഇന്നത്തെ ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ അമേരിക്കയാണോ ഈ വിഷയത്തിന് പിന്നിൽ എന്നൊരു വലിയ ചോദ്യം ഞാൻ ഉയർത്തിയിരുന്നു. മതപരമായ ഒരു രാഷ്ട്രത്തിനുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു പരിണാമം ആണോ അവിടെ നടന്നതെന്ന്. അപ്പോൾ ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ എനിക്ക് കിട്ടുകയും ചെയ്തു. 88% ആളുകൾ പറയുന്നത് ഇറാനെ സമ്മർദ്ദത്തിലാക്കിയത് അമേരിക്ക തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മതം വ്യക്തികളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വലിയ മാർഗദർശിയാണ്. എന്നാൽ ഒരു രാജ്യത്തെ നയിക്കാൻ അത് മാത്രം മതിയാകില്ല. രാജ്യഭരണം എന്നാൽ അത് ആവശ്യപ്പെടുന്നത് സാമ്പത്തിക പദ്ധതികളാണ്, തൊഴിലവസരങ്ങളാണ്, വികസനമാണ്, സാമൂഹിക ക്ഷേമമാണ്. അത് ക്ഷേമമുണ്ടാക്കുന്ന നയങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ദീർഘദർശനം അവിടെ വളരെ പ്രധാനമാണ്. ശാസ്ത്രീയ ചിന്തകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അങ്ങനെ മതത്തിനപ്പുറത്തേക്ക്, മതവിശ്വാസങ്ങൾക്കപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. മതവിശ്വാസങ്ങൾ വികാരങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഭരണം യാഥാർത്ഥ്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. മതാധിഷ്ഠിതമായ ഭരണക്രമം എല്ലാ പൗരന്മാർക്കും സമത്വവും നീതിയും ഉറപ്പാക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. മതനിരപേക്ഷമായ, ജനകേന്ദ്രീകൃതമായ, വികസനോന്മുഖമായ ഒരു രാജ്യത്തിന് മാത്രമേ നല്ല ഭരണം എന്ന് കാഴ്ചവെക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു നല്ല ഭരണം രാജ്യങ്ങളെ മുന്നോട്ട് നയിക്കണമെങ്കിൽ അത് ജനകീയമാകണം എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.